Today we will start power system. So power system actually നമ്മുടെ മറ്റു സബ്ജക്റ്റിലെ പോലെ അല്ല, ശരിക്കും അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പവർ സിസ്റ്റം ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും ശരിക്കും 2014-15 പാസ്സായവർക്കാണെങ്കിൽ അറിയാം, പവർ സിസ്റ്റം ശരിക്കും 3 മൊഡ്യൂൾ ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഐ മീൻ 3 സെമസ്റ്ററിലായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നീട് ഇപ്പൊ K2 ആയപ്പോൾ അത് 2 സെമസ്റ്ററിലായി. അപ്പം ഈ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ പവർ സിസ്റ്റത്തിൽ പഠിക്കണം. മെഷീൻസ് ആണെങ്കിലും 2 സെമസ്റ്ററിൽ നമ്മൾ പഠിക്കണം. ഈ രണ്ട് മെഷീൻസ് വെച്ച് നമ്മൾ 2 സെമസ്റ്ററിലായിട്ടാണ് പഠിക്കുന്നത്. മറ്റുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ നമ്മളെല്ലാം 1 സെമസ്റ്ററിലേ പഠിക്കുന്നുള്ളൂ. കൺട്രോൾ സിസ്റ്റം 2 സെമസ്റ്ററിൽ പഠിക്കുന്നുണ്ടെങ്കിലും അഡ്വാൻസ് കൺട്രോൾ തിയറി നമുക്ക് ആവശ്യമില്ല ഒരു PSC എക്സാമിന്. പക്ഷെ പവർ സിസ്റ്റവും മെഷീൻസും വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അറൌണ്ട് 50% മാർക്ക്. ഇക്കഴിഞ്ഞ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എക്സാം എടുത്തു കഴിഞ്ഞാൽ മെഷീൻസിന് 34 മാർക്സും പവർ സിസ്റ്റത്തിന് അറൌണ്ട് 21 മാർക്സ് ഉണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ ഞങ്ങൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. സോ അറൌണ്ട് 50%, ഓൾമോസ്റ്റ് 50% മാർക്സ് ഈ 2 സബ്ജക്റ്റിൽ നിന്ന് ഉണ്ടായിരുന്നു. ന്യൂമറിക്കൽ പ്രോബ്ലംസും തിയറി ക്വസ്റ്റ്യൻസും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. സോ ഇതൊക്കെ ഈ സബ്ജക്റ്റിന്റെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു എക്സാം എടുത്താലും. PSC എക്സാം അല്ലാതെ SSC അങ്ങനെയുള്ള എക്സാം എടുത്താലും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഗേറ്റ് എക്സാം എടുക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഈക്വൽ വെയിറ്റേജ് ആണ്. ഗേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ പറയും നെറ്റ്വർക്സും കൺട്രോൾ സിസ്റ്റവും EMT അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനേ ഞാൻ പറയുള്ളൂ. പക്ഷേ PSC എക്സാമിന് നേരെ തിരിച്ചാണ്. പവർ സിസ്റ്റത്തിനും മെഷീൻസിനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഫൈൻ. സോ പവർ സിസ്റ്റത്തിനെ ശരിക്കും നമ്മൾ പവർ സിസ്റ്റം 1, പവർ സിസ്റ്റം 2 എന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇത് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്താണ് എടുക്കുക. പവർ സിസ്റ്റത്തിനെ ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. പവർ സിസ്റ്റം 1 ജനറേഷൻ ശരിക്കും ഇത് ഒരു എന്താണ് മാർക്ക് ബേസിസ്, അതായത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ മാർക്സിന്റെ ഇമ്പോർട്ടൻസിന്റെ ബേസിസിൽ ഞാൻ ഡിവൈഡ് ചെയ്തതാണ്. ഓക്കെ, ശരിക്കും പവർ സിസ്റ്റം 1, 2, 3, 1 and 2 എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ജനറേഷൻ പഠിക്കും, പിന്നെ ട്രാൻസ്മിഷൻ പഠിക്കും, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും, പിന്നെ ഫോൾട്ട് പ്രൊട്ടക്ഷൻ അങ്ങനെ പഠിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ആദ്യം ട്രാൻസ്മിഷൻ ജനറേഷൻ, പിന്നെ പവർ സിസ്റ്റം അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പഠിക്കും. സോ ആ ഡിവിഷൻ അല്ല ഞാൻ ഇവിടെ പറയുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത്. ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പവർ സിസ്റ്റം 3 ആയിരിക്കും. ഫോൾട്ട് വരുമ്പോൾ പെർ യൂണിറ്റ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ, റിയാക്ടൻസ് ഡയഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് സ്റ്റെബിലിറ്റിയെ പറ്റി പറയും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. പിന്നീട് ലോഡ് ഫ്ലോ സ്റ്റഡീസ്, ന്യൂട്ടൺ റാഫ്സൺ അങ്ങനെയുള്ള കാര്യങ്ങൾ. പവർ സിസ്റ്റം 3 അതാണ്. അതിനുശേഷം ഞാൻ പവർ സിസ്റ്റം 2 പോകും. അത് കഴിഞ്ഞ് പവർ സിസ്റ്റം 1 ആൻഡ് പവർ സിസ്റ്റം 4 എന്ന് പറയുന്നത് ഒരു 90% ക്വസ്റ്റ്യൻസും തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ ഞാൻ അത് പഠിപ്പിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ, അതായത് ക്വസ്റ്റ്യനിലൂടെ തിയറി പഠിപ്പിക്കും. അല്ലാതെ ഇപ്പം ഒരു പവർ പ്ലാന്റ് എടുത്തിട്ട് അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. അപ്പം ഒരു PSC എക്സാമിന് അതിന്റെ ആവശ്യമില്ല. വിൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിന്റെ പാർട്സ് ഇതാണ്, അതിന്റെ പാർട്സ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യില്ല. അപ്പം പവർ സിസ്റ്റം 1 and 4 ഞാൻ എടുക്കുന്നത് ത്രൂ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലോട്ട് ഓഫ് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റെഫർ ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് JB ഗുപ്തയാണ്. JB ഗുപ്തയിൽ 15,000 ക്വസ്റ്റ്യൻസ് ഉണ്ട് കംപ്ലീറ്റ് ടെക്സ്റ്റില്. അപ്പം ഞാൻ ആ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ടായിരിക്കും പവർ സിസ്റ്റം 1 and 4 എടുക്കുക. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, പിന്നെ പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ്, കേരള PSC ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങളുടെ പലരുടെയും കയ്യിൽ ആ ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ചിലരൊക്കെ എന്നോട് ഈ ബുക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡൗട്ട് ചോദിക്കാറുണ്ട്. തസ്നീം അങ്ങനെ കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പം ഈ 2 ബുക്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ റെഫർ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ പവർ സിസ്റ്റം 3 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ആദ്യം ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പം നമുക്കറിയാം പവർ സിസ്റ്റം എന്ന് പറയുമ്പം നമ്മൾ ജനറേറ്റർ ഉണ്ടാവും, ട്രാൻസ്ഫോമർ ഉണ്ടാവും, പിന്നെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാവും, പിന്നെയും കൺസ്യൂമർ സൈഡിൽ എത്തുമ്പോൾ അവിടെയും ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. അതിൽ നിന്ന് ലോഡിലേക്ക് പോകുന്നു. അത് തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഒരു ജനറേറ്റർ ഉണ്ടാവും. എന്താണ് ഇതിൽ പറഞ്ഞ ആരെങ്കിലും? ഓക്കെ, ഒരു ജനറേറ്റർ ഉണ്ടാവും, ട്രാൻസ്ഫോമർ ഉണ്ടാവും, ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാവും. അപ്പം ആദ്യം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും, പിന്നീട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും, പിന്നെ ലോഡ് ആയിരിക്കും. ലോഡ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടർ ആവാം, എന്തെങ്കിലും ആവാം. തൽക്കാലം ഒരു മോട്ടർ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ സിംഗിൾ ലൈൻ ഡയഗ്രാം എന്താണ്?
ഒരു സിംപ്ലിഫൈഡ് നൊട്ടേഷൻ ആണ്. ഒരു 3 ഫേസ് പവർ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു സിംപ്ലിഫൈഡ് നൊട്ടേഷനെയാണ് നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ സർക്യൂട്ട് ബ്രേക്കർ, ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ, ബസ് ബാർ ഇതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് സിംബൽസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഇതാണ് സിംഗിൾ ലൈൻ ഡയഗ്രാം. അറിയുന്ന കാര്യം തന്നെയാണ്. ജനറേറ്റർ, ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പൊ ഇവിടുന്ന് ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഇത് ട്രാൻസ്മിഷനിൽ വരുന്നൊരു കാര്യമാണ്. ചിലപ്പം എക്സാമിന് ചോദിച്ചേക്കാം, നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെ? സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അത് എന്തുകൊണ്ടായിരിക്കും? 11 kV. അതെ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ആവും. സോ കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ആയി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താണ്? അപ്പൊ നമുക്ക് സൈസ് ഓഫ് ദ കണ്ടക്ടർ, ഇൻസുലേഷൻ, ആവശ്യമുള്ള ഇൻസുലേഷൻ അതെല്ലാം കുറച്ചു മതി. സോ അതുകൊണ്ടാണ് നമ്മൾ കറണ്ടിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. സോ വൈ വി സ്റ്റെപ്പ് അപ്പ്? ബിക്കോസ് വോൾട്ടേജിനെ എന്തിനാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്? ബിക്കോസ് കറണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കറണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ കണ്ടക്ടർ കുറയ്ക്കാം. ദെൻ ഇൻസുലേഷൻ ആവശ്യമായതും അതും കുറയ്ക്കാം, ഇൻസുലേഷൻ ലെവലും കുറയ്ക്കാം. സോ ഞാനിത് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള എന്താണ്, അതെ, അതായത് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. അപ്പൊ കറണ്ട് കുറയുക എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം അതിൽ വന്നല്ലോ, I²R ലോസ് കുറയുക എന്നുള്ളതൊക്കെ അതിൽ വന്നല്ലോ. ഓക്കെ ഫൈൻ. സോ ഇത്രയുള്ള കാര്യങ്ങൾ. ഇതെന്ന് ശരിക്കും ട്രാൻസ്ഫോമറിന്റെ ഒരു വെക്ടർ ഗ്രൂപ്പിംഗ് ആണ്. അത് ശരിക്കും നിങ്ങളെ സാറ് മെഷീൻസ് പഠിപ്പിക്കും. ട്രാൻസ്ഫോമർ സാറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളേ ഉള്ളൂ, അത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. PSC ലെവലിൽ ജസ്റ്റ് ആ എത്ര ഡിഗ്രിയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് മാത്രം ആ ഒരു ടേബിൾ ഉണ്ട്, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇവിടെ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് ഡൗട്ട് തോന്നിയാൽ മനസ്സിലിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് സിംഗിൾ ലൈൻ ഡയഗ്രാം എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, പിന്നെ ട്രാൻസ്ഫോമർ നമ്മൾ വോൾട്ടേജ് എന്തുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്റെ ക്ലാസ്സിൽ ഒരു ഫ്ലോയിലായിരിക്കും പോവുക. ഈ സിംഗിൾ ലൈൻ ഡയഗ്രത്തിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, സിംഗിൾ ലൈൻ ഡയഗ്രത്തിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾ സിംഗിൾ ലൈൻ ഡയഗ്രാം വരച്ചിരുന്നോ ആദ്യം? ഹലോ, ഓക്കെ, അപ്പം കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ സിംഗിൾ ലൈൻ ഡയഗ്രത്തിന് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ജനറേറ്റഡ് EMF റെപ്രസെന്റ് ചെയ്തു, ഇന്റേണൽ റിയാക്ടൻസ് റെപ്രസെന്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഡബിൾ ഡാഷ് ഇട്ടതെന്ന് പറഞ്ഞു തരാം, ഇപ്പൊ അവിടെ നിൽക്കട്ടെ. ദെൻ ട്രാൻസ്ഫോമർ 1നെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു, പിന്നെ ട്രാൻസ്മിഷൻ ലൈൻ റെപ്രസെന്റ് ചെയ്തു, ദെൻ X01 X02 റെപ്രസെന്റ് ചെയ്തു. അത് രണ്ട് ട്രാൻസ്ഫോമർ, പിന്നെ ട്രാൻസ്ഫോമർ എന്ന് വരുമ്പോൾ എങ്ങനെ വരും? ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഒരു മാഗ്നറ്റിക് ഐസൊലേഷൻ വരും. അത് കഴിഞ്ഞ് ട്രാൻസ്മിഷൻ ലൈൻ, ദെൻ ട്രാൻസ്ഫോമർ, അവിടെയും മാഗ്നറ്റിക് ലൈൻ ഐസൊലേഷൻ, ദെൻ എന്താണ് ലോഡ്. അപ്പം നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രത്തിനെ ഇക്വലന്റ് സർക്യൂട്ടിലോട്ട് മാറ്റിയപ്പോൾ നമ്മൾക്ക് മനസ്സിലായി എന്താണ്, ഇവിടെ ഈ ഒരു ഒറ്റ ഇതിൽ തന്നെ 3 ഇക്വേഷൻ വരും. അതുപോലെ തന്നെ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. ഈ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗും 11 kV എത്രയോ KVA ഒക്കെ ആയിരിക്കും, MVA ഇത്ര MVA എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പം കാൽക്കുലേഷൻസ് വളരെ കോംപ്ലക്സ് ആയിരിക്കും. അപ്പം ഇത് 3 ഇക്വേഷൻസ് ഒക്കെ വന്ന് ഇത് മൊത്തം ഭയങ്കര ഒരു ടയർസം ആയിരിക്കും. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പെർ യൂണിറ്റ് സിസ്റ്റം പഠിക്കുന്നത്. ശരിക്കും പെർ യൂണിറ്റ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു. സോ എന്തുകൊണ്ടാണ് നമ്മൾ പെർ യൂണിറ്റ് സിസ്റ്റത്തിലെത്തി? സോ വി ആർ നോട്ട് ഗെറ്റിംഗ് എ സീരിയസ് നെറ്റ്വർക്ക് ഹിയർ. ഇവിടെ നമുക്കൊരു സീരിയസ് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. 3 ലൂപ്പ് കിട്ടി, അപ്പം ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ വന്നു. അപ്പൊ നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് we represent the equivalent circuits in per unit system. അപ്പൊ ഇക്വലന്റ് സർക്യൂട്ടിനെ നമ്മൾ പെർ യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ പെർ യൂണിറ്റ് സിസ്റ്റം എന്താണ്? ആക്ച്വൽ വാല്യൂ പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ. അപ്പൊ ഞാൻ ഇംപിഡൻസ് എക്സാമ്പിൾ എടുത്തു. അപ്പൊ നമുക്ക് ഏതൊരു ക്വാണ്ടിറ്റിയുടെ പെർ യൂണിറ്റ് വാല്യൂ വേണമെങ്കിലും പറയാം. MVA യുടെ പറയാം, ആക്റ്റീവ് പവറിന്റെ പറയാം. നമ്മളിപ്പോ ഇംപിഡൻസിന്റെ പറയുന്നു. എന്താണ്? XC ഡബിൾ ഡാഷ് പറഞ്ഞില്ല.
എക്സ് ഡി ഡബിൾ ഡാഷ് എന്ന് പറയുമ്പം അത് നിങ്ങൾ ശരിക്കും മെഷീൻസിൽ പഠിക്കുന്നതാണ്. ഒരു സിങ്ക്രോണസ് ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിന് 3 ടൈപ്പ് റിയാക്ടൻസ് ഉണ്ടാവും. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ് ഡി ഡബിൾ ഡാഷ്, സെക്കൻഡ് എക്സ് ഡി, തേർഡ് എക്സ് ഡി ഡാഷ്, തേർഡ് എന്ന് പറയുന്നത് എക്സ് ഡി. ഇതെന്ന് പറയുന്നത് സബ് ട്രാൻസിയന്റ് റിയാക്ടൻസ്, ഇതെന്ന് പറയുന്നത് ട്രാൻസിയന്റ് റിയാക്ടൻസ്, ഇതെന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് റിയാക്ടൻസ്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അവര് പവർ സിസ്റ്റത്തിന്റെ ബേസിസിൽ പറയുക, പവർ സിസ്റ്റത്തിന്റെ ബേസിൽ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പം ചിലപ്പോൾ അവർ സബ് ട്രാൻസിയന്റ് റിയാക്ടൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രാൻസിയന്റ് റിയാക്ടൻസ് എന്ന് പറയും. അപ്പം അതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞ് ആദ്യത്തെ 1-2 സൈക്കിള്, അല്ലെങ്കിൽ ഫോൾട്ട് അല്ല എനി കേസ് ആദ്യത്തെ 1-2 സൈക്കിളിലുള്ള റിയാക്ടൻസ് ആയിരിക്കും നമ്മൾ സബ് ട്രാൻസിയന്റ് എന്ന് പറയുക. പിന്നീടുള്ള 3 to 4 സൈക്കിൾ ആയിരിക്കും നമ്മൾ ട്രാൻസിയന്റ് എന്ന് പറയാ. ദെൻ ഫൈനൽ ആയിരിക്കും നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പൊ ഇനിഷ്യൽ കറണ്ട് ഇപ്പൊ നമ്മളെടുത്ത് 2 റിയാക്ടൻസ് തന്നു, എക്സ് ഡിയും എക്സ് ഡി ഡബിൾ ഡാഷും തന്നിട്ട് ഇനിഷ്യൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട റിയാക്ടൻസ് എന്ന് പറയുന്നത് സബ് ട്രാൻസിയന്റ് റിയാക്ടൻസ് ആയിരിക്കും. അതാണ് ഇനിഷ്യൽ സൈക്കിളിൽ വരുന്നത്. ഒരു PSC പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. സോ ഇത് 4 to 6 സൈക്കിൾ സ്റ്റഡി ആയതിനു ശേഷമുള്ള റിയാക്ടൻസ് ആണ്. സോ എക്സ് ഡി ഡബിൾ ഡാഷ്, എക്സ് ഡി ഡാഷ്, എക്സ് ഡി, അത്രയുമേ ഉള്ളൂ. അത് ഫർദർ കാര്യമായിട്ടൊന്നും പഠിക്കണ്ട. X01 എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അതാണോ ചോദിച്ചത്? കോർ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. അത് അതിന്റെ ട്രാൻസ്ഫോമറിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണോ നോക്കൂ, ഇക്വലന്റ് സർക്യൂട്ട് നോക്കൂ, അതിനകത്ത് ഇതും വരും. ഓക്കെ. ദെൻ അപ്പൊ നമ്മൾ ഇംപിഡൻസിനെ പെർ യൂണിറ്റ് വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ ആക്ച്വൽ വാല്യൂ. അപ്പം ഇംപിഡൻസിന്റെ ആക്ച്വൽ വാല്യൂ എന്താണ്? ഇൻ ഓം ആയിരിക്കും. ബേസ് വാല്യൂ എന്ന് പറയുന്നത് ZB ആയിരിക്കും. സോ Z പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു Z ഇൻ ഓം ഡിവൈഡഡ് ബൈ Z ബേസ് ആണല്ലോ. സോ ഫർദർ വരുമ്പോ എങ്ങനെ വരും? അപ്പം ഇനി ഇവിടേക്ക് നോക്കിക്കോളൂ. Z ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യില് Z പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു Z ഇൻ ഓം ഡിവൈഡഡ് ബൈ Z ഇൻ ബേസ്. നമ്മുടെ ബേസിക് ഇക്വേഷൻ അതാ, ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ. അപ്പം ZB എന്താണ്? ZB ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഇനി ബേസ് വാല്യൂന് ഒരു ഇക്വേഷൻ വേണം. അതിനെ എങ്ങനെ കണ്ടുപിടിക്കും? ബേസ് വാല്യൂ ഈസ് ഈക്വൽ ടു VB ബൈ IB. അപ്പം ബേസ് എന്താ? നമ്മളൊരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ റേറ്റഡ് വാല്യൂസ് ഉണ്ടാവില്ല. അതിനകത്തൊരു അലൂമിനിയം വെച്ചിട്ട് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ മെഷീന്റെ റേറ്റിംഗ്സ്. അപ്പൊ അതിൽ കാണുന്ന വാല്യൂസ് ആണ് ഈ ബേസ് വാല്യൂ നമ്മൾ എടുക്കുക. അതിനെ നമുക്ക് റേറ്റഡ് വാല്യൂ എന്നും വിളിക്കാം. സോ V റേറ്റഡ് ബൈ I റേറ്റഡ് ഇൻടു V റേറ്റഡ് ബൈ I റേറ്റഡ്. അപ്പൊ നമ്മൾ മുകളിലും താഴെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? V റേറ്റഡ് ദ വോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഇതെന്ന് പറയുന്നത് വോൾട്ട് ആംപിയർ ആയിരിക്കും അല്ലേ? ഇതെന്ന് പറയുന്നത് വോൾട്ട് ആംപിയർ ആയിരിക്കും. ഇവിടെ നമ്മൾ V കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വോൾട്ട് ആംപിയർ എന്താണ്? അപ്പാരന്റ് പവർ. സോ V റേറ്റഡ് ദ വോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ വോൾട്ട് ആംപിയർ. അതിനെയാണ് നമ്മൾ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള നമ്മുടെ ബേസിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. എന്താണ്? Z per unit is equal to Z ohm into V rated the whole square, Z ohm by V rated the whole square into volt ampere. സോ അതിനെ നമ്മൾ എന്താവും? നമുക്കറിയാമോ നമ്മുടെ കയ്യിലുള്ള മോസ്റ്റ് ഓഫ് ദ മെഷീൻസും MVA-യിലായിരിക്കും റെപ്രസെന്റ് ചെയ്തേക്കുക. സോ അതിനുവേണ്ടി നമ്മൾ Z per unit is equal to Z ohm into MVA by, അപ്പൊ ഇവിടെ 10⁻⁶ കൊടുത്തു, ഇവിടെയും 10⁻3 10⁻6 വന്നു. സോ ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ. Z per unit is equal to Z ohm into MVA by KV base the whole square. So ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിന്റെ പ്രൂഫിന്റെ ഒന്നും ആവശ്യമില്ല, പ്രൂഫ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. Then per unit value is defined only per phase. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഏതൊരു പെർ യൂണിറ്റ് വാല്യൂ ആണെങ്കിലും അത് നമ്മൾ പെർ ഫേസ് പറയും. അപ്പൊ നമ്മൾ പവർ പെർ യൂണിറ്റ് പവർ എന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ വോൾട്ടേജ് ഇൻ പെർ യൂണിറ്റ് ഇൻറ്റു കറണ്ട് ഇൻ പെർ യൂണിറ്റ് ചെയ്യുള്ളൂ. ഇൻറ്റു 3 നമ്മൾ ചെയ്യില്ല. കാരണം പെർ യൂണിറ്റ് വാല്യൂ ഒരിക്കലും 3 ഫേസിൽ റെപ്രസെന്റ് ചെയ്യില്ല.
per unit value is defined only per phase and not 3 phase. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സോ എന്താണ് പെർ യൂണിറ്റ് വാല്യൂ? സോ ആക്ച്വൽ ബൈ ബേസ് വാല്യൂ. അപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുത്തപ്പം ഇമ്പിഡൻസിന്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഓം വാല്യൂ ഇൻറ്റു MVA ബേസ് ഡിവൈഡഡ് ബൈ KV ബേസ് ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ട്രാൻസ്ഫോമർ കണക്ഷൻ വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടാവും ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ ഒരു 1/3 കൊണ്ട് by3 എടുക്കണമെന്നൊക്കെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. സോ ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. അപ്പം ട്രാൻസ്ഫോമർ കണക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാർ ഡെൽറ്റ ആവാം, ഡെൽറ്റ സ്റ്റാർ ആവാം, സ്റ്റാർ എന്തായാലും പ്രൈമറി സെക്കൻഡറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ, സെക്കൻഡറിയും അതുപോലെ ഒന്നെങ്കിൽ സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് ആവാം. നമുക്ക് ആദ്യം അങ്ങനെ ഒരു കേസിൽ നമ്മൾ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ സ്റ്റാർ കണക്ഷൻ എന്താണ്? സ്റ്റാർ കണക്ഷനിൽ നമുക്കറിയാം ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു VL/√3. ലൈൻ വോൾട്ടേജ് ബൈ √3 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. സോ നമുക്ക് എങ്ങനെ എഴുതാം? Z per unit is equal to Z ohm into MVA by KV base the whole square. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ അതിലേക്ക് അപ്പം ഒരു സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ ഇപ്പൊ 3 ഫേസ് വന്നപ്പം MVA എന്ന് പറയുന്നത് MVA/3 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്നത് KVL/√3 the whole square ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ √3² 3 കട്ടായി പോകും. അപ്പം പെർ യൂണിറ്റ് വാല്യൂവിൽ സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ പഴയ ഫോർമുല തന്നെ Z ohm into 3 phase MVA by KVL the whole square തന്നെയാണ് വരുന്നത്. സോ അവിടെ ഇക്വേഷൻ ചേഞ്ച് ഇല്ല. അതേസമയം ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു 1/3 അവിടെ ബാക്കി നിൽക്കും. കാരണം MVA എന്തായാലും 3 ഫേസിലേക്ക് ആവുമ്പോൾ ഇറ്റ് വിൽ ബി by3 only. പക്ഷെ ഫേസിൽ ആ ഒരു ചേഞ്ച് വരാത്തത് കാരണം Z പെർ യൂണിറ്റ് എന്ന് പറയുന്നത് is equal to 1/3 into Z ohm into MVA by KVL the whole square. നിങ്ങൾ പ്രോബ്ലം ചെയ്തപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും 1/3 MVA എന്ന് പറയുന്നത് by3 ആയിട്ട് നിങ്ങൾ വലിയൊരു സർക്യൂട്ട് എടുത്ത് അതിന്റെ പെർ യൂണിറ്റ് റിയാക്ടൻസ് ഡയഗ്രാം വരച്ചപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഡെൽറ്റ കണക്റ്റഡ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ MVA നിങ്ങൾ by3 എടുത്തിട്ടുണ്ടാവും. എടുത്തിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? ഹലോ? ഓക്കെ. സോ ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ MVA by3 എടുക്കണം. ഓക്കെ. സോ അതിന്റെ ഒരു പ്രൂഫാണത്. ഓക്കെ. സോ ക്വസ്റ്റ്യനിൽ ഡെൽറ്റ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു MCQ ആയിരിക്കും ചോദിക്കുക. അപ്പം if the transformer is in delta connection then the equivalent then what will be the per unit impedance അല്ലെങ്കിൽ per unit reactance എന്നായിരിക്കും ചോദിക്കുക. ഇക്വേഷൻ ആയിരിക്കും ചോദിക്കുക. അപ്പം you should remember that 1/3 അവിടെ ഉണ്ടാവണം. Because in a delta connection V phase is equal to V line. അതൊരു കോൺസെപ്റ്റ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? നമ്മൾ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഒരു സബ്ജക്ട് ഫ്ലോ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ വാട്ട് ഈസ് പെർ യൂണിറ്റ് റിയാക്ടൻസ്, അപ്പം ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ. പെർ യൂണിറ്റ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ Z per unit is equal to Z ohm into MVA base by KV base the whole square. ഇനി ഓർത്തിരിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും ഡെൽറ്റ കണക്ഷനിലും സ്റ്റാർ കണക്ഷനിലും എങ്ങനെ വരുന്നു. സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെ, ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ MVA നമ്മൾ by3 ചെയ്യണം. അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നീട് വീഡിയോ കിട്ടുമ്പോൾ ഒന്നുകൂടെ നോക്കാം. അപ്പം ഒരു MCQ പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടു, ഇപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി Z പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയറക്ഷനലി പ്രൊപ്പോർഷണൽ ടു MVA ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു KV the whole square ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ. അപ്പൊ ഇതെന്തിനാ പറയുന്നത് ഇപ്പൊ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഓർക്കുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് ചേഞ്ച് ഓഫ് ബേസ് അല്ലേ? ചേഞ്ച് ഓഫ് ബേസ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും.
ചേഞ്ച് ഓഫ് ബേസ്, അതായത് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതേ MVA നമ്മൾ 100 MVA ഉള്ളത് 200 MVA ആണെങ്കിൽ എങ്ങനെ? അപ്പം നമ്മൾ കണ്ടു ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു MVA, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു KV ബേസ് ദ ഹോൾ സ്ക്വയർ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു പഴയ റിയാക്ടൻസ് വാല്യൂ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇംപിഡൻസ് വാല്യൂ ഉണ്ടായിരുന്നു. പുതിയ ബേസിൽ അതിന്റെ വാല്യൂ എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെ കണ്ടുപിടിക്കും? Z per unit nu is equal to MVA new by MVA old into KV old by KV new the whole square. നമ്മൾ Z per unit new ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ Z per unit new is equal to Z per unit old into MVA new by old into KV old by KV new. അപ്പൊ MVA പുതിയ MVA ന്യൂമറേറ്ററിൽ വരണം. അത് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞത് Z per unit is directly proportional to MVA എന്ന്. അപ്പം ബേസ് വാല്യൂ ഇൻവേഴ്സ്ലി ആണ്. അപ്പം പുതിയതായിട്ട് വരുന്നത് ഡിനോമിനേറ്ററിൽ വരണം. അപ്പൊ അങ്ങനെ ഇത് ഓർക്കുക. MVA ആണോ KV ആണോ മുകളിലും താഴെയൊന്നും നമുക്ക് ചിലപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഓർമ്മ വരണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളപ്പം ഓർക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. Z per unit new is equal to Z per unit old into MVA new by okay. This is the fourth concept. അപ്പം ഇതാണ് ചേഞ്ച് ഓഫ് ബേസ് എന്ന് പറയുന്നത്. ഇതാണ് ഇക്വേഷൻ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിക്കോളൂ. ഓക്കെ, ഇനി എന്താണ് പറയാ? പറഞ്ഞോ. യൂണിറ്റ് ന്യൂ ഈസ് ഈക്വൽ ടു ഈ Z per യൂണിറ്റ് ഓൾഡിനെയാണോ ഇപ്പുറത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്? ഇങ്ങനത്തെ റേഷ്യോ എന്നാണ്? റേഷ്യോ അല്ല, ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനത്തെ ഒരു ഇക്വേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതാണത് ഇങ്ങോട്ട് പോകുന്നത്. സാർ അപ്പൊ സംശയം ചോദിച്ചോട്ടെ, ഇംപിഡൻസിന്റെ വാല്യൂല് ഓൾഡിനും ന്യൂവിനും ചേഞ്ച് സംഭവിക്കത്തില്ലേ? ഇംപിഡൻസിന്റെ വാല്യൂ ന്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇംപിഡൻസിന്റെ വാല്യൂ ന്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ല സാറേ, ഞാൻ സംശയം ചോദിച്ചതല്ല. Z ഓമിന്റെ വാല്യൂസ് ന്യൂയിലും ഓൾഡിലും വ്യത്യാസമല്ലേ? ഓക്കെ, അത് വ്യത്യാസമാണ്. പക്ഷേ പെർ യൂണിറ്റ് വാല്യൂ പെർ യൂണിറ്റിൽ വാല്യൂ തരുമ്പോൾ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഇത്. ചേഞ്ച് ഓഫ് ബേസ് ഇസ് ഡൺ വെൻ വി ഹാവ് ദ വാല്യൂസ് ഇൻ പെർ യൂണിറ്റ്. ഓക്കെ, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇംപിഡൻസ് പെർ യൂണിറ്റിൽ തരുമ്പോഴാണ്. അപ്പം ഓമിലെ വാല്യൂ വ്യത്യാസമാണല്ലോ. നമ്മൾ പഠിച്ച ഇക്വേഷൻ അങ്ങനെയല്ലേ? Z per unit is equal to Z ohm into MVA by KV base അല്ലേ? അപ്പൊ അതിൽ നിന്ന് Z ohm കണ്ടുപിടിക്കുമ്പോൾ എന്ത് പറ്റും? Z ohm is equal to Z per unit into KV by MVA. അതിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണല്ലോ. മനസ്സിലായോ? ഇവിടെ Z in ohm എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇത് പെർ യൂണിറ്റിൽ നമ്മൾ ഓം എന്നുള്ള പരിപാടി വിട്ടു. ഇനി അങ്ങോട്ട് നമ്മൾ പെർ യൂണിറ്റ് ആണ് പഠിക്കുന്നത്. അപ്പൊ റിയൽ വാല്യൂവിനെ പറ്റി നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു ജനറേറ്റർ ഉണ്ട്. എന്താണ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ജനറേറ്റർ ഉണ്ട്. അതിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് പെർ യൂണിറ്റിൽ 5 പെർ യൂണിറ്റ് ആണ്. അപ്പൊ ആ ജനറേറ്ററിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 100 MVA 10 KV ആണ്. അങ്ങനെയാണെങ്കിൽ അതേ സെയിം ജനറേറ്റർ 200 MVA 20 KV അല്ലെങ്കിൽ 10 KV തന്നെ ആയിക്കോട്ടെ, 200 MVA മാറുമ്പോൾ ഈ ഇംപിഡൻസിന് പെർ യൂണിറ്റിൽ എന്ത് വ്യത്യാസം വരുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളൂ. ഓക്കെ, ഇനി ഇതിൽ വരുന്ന അടുത്തൊരു കോൺസെപ്റ്റ് ആണ് പെർ യൂണിറ്റ് ഇംപിഡൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ. അപ്പം ഒരു ട്രാൻസ്ഫോമറിന്റെ പെർ യൂണിറ്റ് ഇംപിഡൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം ആയിരിക്കും. അപ്പം ജസ്റ്റ് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. അപ്പം ഒരു 1 KVA എന്താണ് റെക്കോർഡിംഗ് നേരത്തെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അല്ലല്ലോ, റെക്കോർഡിംഗ് ഗോയിങ് ഓൺ. സ്റ്റോപ്പ് ചെയ്തതാണ് കണ്ടത്. സോറി സർ. ഓക്കെ,
സോ ഒരു ട്രാൻസ്ഫോമർ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കറിയാം പെർ യൂണിറ്റ് സിസ്റ്റത്തിൽ വന്നാൽ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലുമുള്ള പെർ യൂണിറ്റ് വാല്യൂ സെയിം ആണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഒരു 1 kVA ട്രാൻസ്ഫോമർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്, അപ്പം ഈ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിലോട്ടൊന്നും അധികം കയറി ആലോചിക്കണം. ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഇപ്പോഴങ്ങ് വിചാരിച്ചു. ബാക്കി സാറ് പഠിപ്പിക്കും, ഇക്വലന്റ് സർക്യൂട്ടും ഒക്കെ പഠിപ്പിക്കും. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിക്കോളും. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. എന്റെ സബ്ജക്ട് പവർ സിസ്റ്റം ആണല്ലോ, അപ്പൊ ഞാൻ അത് പറയാം. സോ പ്രൈമറി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ohm ആണ്. അപ്പം അതിന്റെ N1:N2 എന്ന് പറയുന്നത് 200:400 ആണ്. അപ്പം നമ്മൾ അതിന്റെ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. സോ R01 പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു R into ohm into നമ്മുടെ MVA വാല്യൂ ബൈ, ഇപ്പം MVA കൊടുക്കുന്നില്ല. അപ്പൊ MVA കൊടുത്തില്ലെങ്കിൽ ഇവിടെ KV ഉണ്ടാവില്ല. അപ്പം 10⁻⁴ കട്ടായി പോയി. അപ്പം സാർ MVA അല്ലേ നമ്മൾ എഴുതേണ്ടത് എന്ന് സംശയിക്കുന്നവർക്ക് ആ സംശയത്തിന്റെ ആവശ്യമില്ല. വോൾട്ട് ആംപിയർ ഡിവൈഡഡ് ബൈ ബേസ് എന്നാണ്. അപ്പം താഴെയും മുകളിലും അതിലാണ് ഞാൻ പ്രൂഫ് ഒക്കെ കാണിച്ചു തന്നത്. അപ്പൊ മുകളിൽ 10⁻⁶ ഉണ്ടെങ്കിൽ താഴെയും 10⁻⁶ വേണം. അങ്ങനെ ആകുമ്പോൾ MVAയും കിലോ വോൾട്ടും വരും, കിലോ വാട്ട് സ്ക്വയറും വരും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം റിയൽ വാല്യൂ 1 into MVA എന്ന് പറയുന്നത് 1000 വോൾട്ട് ആംപിയർ. 1 kVA എന്ന് പറയുമ്പോൾ 1000 വോൾട്ട് ആംപിയർ. 1 into 1000 ഡിവൈഡഡ് ബൈ 200 ദ വോൾട്ട് സ്ക്വയർ പ്രൈമറി സൈഡിൽ. അപ്പൊ 1/40 പെർ യൂണിറ്റ് എന്ന് കിട്ടി. അപ്പൊ ഇതേ വാല്യൂ തന്നെയാണോ നമ്മൾ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് എടുക്കുമ്പോഴും? അപ്പൊ ഇത് N1:N2 അല്ല, ഇത് വോൾട്ടേജ് ആണ് കേട്ടോ, സോറി, ഇത് വോൾട്ടേജ് ആണ്. പ്രൈമറി വോൾട്ടേജും സെക്കൻഡറി വോൾട്ടേജുമാണ്. അപ്പം അത് നമ്പർ ഓഫ് ടേംസിനനുസരിച്ച്, അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കേണ്ട, വോൾട്ടേജ് തന്നെയാണിത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ 400 വോൾട്ട് ബേസ് എടുക്കുമ്പോഴും ഈ വാല്യൂ തന്നെ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ സെക്കൻഡറി സൈഡിൽ എത്തി. അപ്പൊ സെക്കൻഡറി സൈഡിൽ എത്തുമ്പോൾ ട്രാൻസ്ഫോമറിൽ നിങ്ങൾ സാറവണം വരെ ആയോന്ന് അറിയില്ല. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ റെസിസ്റ്റൻസ് റെഫർ ടു സെക്കൻഡറി ആണെങ്കിൽ ആ പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസ് ഇൻടു K². K എന്ന് പറയുന്നത് N2/N1. സോ 1 into N2/N1 ദ വോൾ സ്ക്വയർ നമ്മൾ എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ohm എന്ന് കിട്ടും. അപ്പം 4 ohm into 1000 ഡിവൈഡ് ബൈ സെക്കൻഡറി സൈഡിലെ വോൾട്ടേജ് 400 ആയിരുന്നു. സോ 400, സോ 1/40. സോ നമുക്ക് മനസ്സിലായി ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലുള്ള വോൾട്ടേജും സെക്കൻഡറിയിലുള്ള വോൾട്ടേജും പെർ യൂണിറ്റ് വാല്യൂ സെയിം ആയിരിക്കും. അപ്പം ആദ്യം പെർ യൂണിറ്റ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക, പെർ യൂണിറ്റ് സിസ്റ്റത്തിന്റെ ഇക്വേഷൻ മനസ്സിലാക്കുക. ഒരു റിയൽ വാല്യൂ ഒരു ഓമിലുള്ള വാല്യൂ തന്നാൽ ആക്ച്വൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കുക. സോ Z per unit is MVA by KV base the whole square. പറഞ്ഞോളൂ. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് അല്ലേ എടുത്തത്, ഇംപിഡൻസ് പറയുമ്പോൾ നമ്മൾ എക്സലും കൂടെ ആഡ് ചെയ്യണ്ടേ? അതെ, റെസിസ്റ്റൻസ്. ഓക്കെ, ഒരു ഏതൊരു, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇംപിഡൻസ്, ഞാനൊരു എക്സാമ്പിൾ എടുത്താണ്. റെസിസ്റ്റൻസിന് പെർ യൂണിറ്റ് ഉണ്ട്, റിയാക്ടൻസിന് പെർ യൂണിറ്റ് ഉണ്ട്, MVA വാല്യൂക്ക് പെർ യൂണിറ്റ് ഉണ്ട്. പെർ യൂണിറ്റ് നമുക്ക് എന്തിനു വേണമെങ്കിലും കാണിക്കാം. ആക്ച്വൽ വാല്യൂവിനെ നമ്മളൊരു പെർ യൂണിറ്റ് വാല്യൂ, ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ അല്ലേ പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏത് സിസ്റ്റം ആയിക്കോട്ടെ. ഇപ്പൊ റെസിസ്റ്റൻസ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഇൻ ഓം ബൈ റെസിസ്റ്റൻസ് ഇൻ ബേസ്, അപ്പം യൂണിറ്റ് ഇല്ല, അപ്പൊ 1 പെർ യൂണിറ്റ്. അപ്പം എന്തിന്റെ പെർ യൂണിറ്റ് വാല്യൂ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, പെർ യൂണിറ്റ് ഇംപെഡൻസ് ആദ്യമല്ലേ പറഞ്ഞത്, ഇവിടെ പെർ യൂണിറ്റ് ഇംപെഡൻസ് ചെയ്തിട്ടുണ്ടോ? ഓ ഫൈൻ, ഓക്കെ. ഹെഡിങ്ങിൽ പെർ യൂണിറ്റ് ഇംപെഡൻസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഫൈൻ. പെർ യൂണിറ്റ് റെസിസ്റ്റൻസ് ആണത്. ഓക്കെ, ശരിക്കും പെർ യൂണിറ്റ് സിസ്റ്റം മനസ്സിലാക്കി തരാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമറിന്റെ രണ്ട് സൈഡിലുള്ള പെർ യൂണിറ്റ് സിസ്റ്റം, പെർ യൂണിറ്റ് വാല്യൂ സെയിം ആണ്. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ ഓർക്കേണ്ടത് ചേഞ്ച് ഓഫ് ബേസ് വരുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, ഞാൻ ഈ സമ്മറി പറയുമ്പം ജസ്റ്റ് ഓരോ സമ്മറീസ് ഇങ്ങനെ നോട്ട് ചെയ്ത് പോയാൽ നല്ലതായിരിക്കും. കാരണം അതാണ് മെയിൻ ആയിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പൊ നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ നിന്ന് എന്താണ് ഇക്വലന്റ് സർക്യൂട്ടിൽ എത്തി. അപ്പം ഇക്വലന്റ് സർക്യൂട്ട് ശരിയാവത്തില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പെർ യൂണിറ്റ് സിസ്റ്റം പഠിച്ചു. ഇനി ഈ പെർ യൂണിറ്റ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡയഗ്രമാണ് റിയാക്ടൻസ് ഡയഗ്രാം. അത് ഒറ്റ സർക്യൂട്ട് ആയിരിക്കും, അതിൽ ഒറ്റ ഇക്വേഷനേ ഉണ്ടാവുള്ളൂ.
അതിനു വേണ്ടി കുറച്ച് പ്രീ റിക്വസൈറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ ഉണ്ടായിരുന്നു ജനറേറ്റർ ഉണ്ടായിരുന്നു, ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു, ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടായിരുന്നു, ലോഡ് ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഇനി റിയാക്ടൻസ് ഡയഗ്രാം വരുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, അതാണ് ചോദ്യം. സോ സിങ്ക്രോണസ് ജനറേറ്റർ ഇതാണ്. അപ്പൊ സിങ്ക്രോണസ് ജനറേറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പം ജനറേറ്റർ എന്ന് പറയുമ്പം ന്യൂട്രൽ, ഇപ്പൊ സ്റ്റാർ കണക്ട് ആണെങ്കിൽ ന്യൂട്രൽ ഗ്രൗണ്ടഡ് ഒക്കെ വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇപ്പൊ അധികം പോകണ്ട, അത് പിന്നീട് പറഞ്ഞു തരാം. ഫസ്റ്റ് ആൻഡ് തേർഡ് കോളം നോക്കിക്കോളൂ. സിങ്ക്രോണസ് ജനറേറ്റർ നമ്മൾ റിയാക്ടൻസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു EMF, ഒരു സീരീസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ടൻസ് ആണല്ലോ. സോ ഇനിയിപ്പോ റിയാക്ടൻസ് ഡയഗ്രാം, അപ്പൊ റിയാക്ടൻസിനെ പറ്റി മാത്രം സംസാരിച്ചാൽ മതി. അപ്പൊ അതിനെ സീരിയസ് ആയിട്ട് X പെർ യൂണിറ്റ്. ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഒറ്റ വാല്യൂ X എന്ന് പറഞ്ഞത് ഒരു ഒറ്റ വാല്യൂ ഒന്ന് റെപ്രസെന്റ് ചെയ്യും. ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിലും അതേപോലെ തന്നെ ഒരൊറ്റ സിംഗിൾ റിയാക്ടൻസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നു. സിങ്ക്രോണസ് മോട്ടർ ആണെങ്കിലും ഒരു ലോഡ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ ഇൻഡക്ഷൻ മോട്ടർ വരുമ്പോൾ ഈ റെസിസ്റ്റൻസിന്റെ ആവശ്യമില്ല, ശരിക്കും ഒരു റിയാക്ടൻസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്താൽ മതി. അപ്പൊ ലോഡ് സൈഡിൽ ഒരു റിയാക്ടൻസ് യൂസ് ചെയ്ത് അങ്ങ് റെപ്രസെന്റ് ചെയ്താൽ മതി. അത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതങ്ങ് ക്ലിയർ ആയിക്കോളും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ട്രാൻസ്മിഷൻ ലൈൻ, സിങ്ക്രോണസ് മോട്ടർ. ലോഡ് എപ്പോഴും നമ്മൾ മോട്ടർ ലോഡ് എന്നേ പറയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ റിയാക്ടൻസ് ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. ശരിക്കും റിയാക്ടൻസ് ഡയഗ്രാം നിങ്ങൾ പഠിക്കുമ്പം ശരിക്കും ഇങ്ങനെ ഒരു ഞാൻ ശരിക്കും പഠിപ്പിക്കുന്നത് 3 കേസായിട്ടാണ്. അതായത് ചിലപ്പം അതൊക്കെ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും പലരും കവർ ചെയ്ത് പോവുക. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് 3 കേസായിട്ടാണ് പറയുന്നത്. കേസ് 1 എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസ് എല്ലാം ആക്ച്വൽ വാല്യൂ, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ടൻസ്. ഓക്കെ, റിയാക്ടൻസ് ആക്ച്വൽ വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് ഇത്ര ഓം എന്നാണ് തന്നിരിക്കുന്നത്, 1.6 ഓം അല്ലെങ്കിൽ 3.5 ഓം എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ റിയാക്ടൻസ് വരയ്ക്കാമെന്നുള്ളതാണ് കേസ് 1. കേസ് 2 എന്ന് പറയുന്നത് റിയാക്ടൻസ് വാല്യൂ എല്ലാം പെർ യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്, ബേസ് മാറ്റാൻ പറഞ്ഞിരിക്കുന്നു, അത് കേസ് 2. മൂന്നാമത്തെ കേസ് വോൾട്ടേജ് മാറ്റി പറയുന്നു. അതായത് ഇവിടെ എല്ലാം 11 kV ആണ്, അവർക്ക് വേണ്ടത് 20 kV ഉള്ള റിയാക്ടൻസ് ഡയഗ്രാം ആണ്. എങ്ങനെ വരയ്ക്കും, അതാണ് മൂന്നാമത്തെ കേസ്. ഓക്കെ, നമുക്കപ്പോൾ ഓരോ കേസും നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ഡയഗ്രാം ഒന്ന് വരയ്ക്കാമോ? കാരണം 3 കേസും ഞാൻ പറയുന്നത് ഈ സെയിം ക്വസ്റ്റ്യന്റെ ബേസിസിലാണ്. ഞാൻ സ്ലൈഡ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റില്ല. സോ ഒരു ജനറേറ്റർ ഉണ്ട്, ട്രാൻസ്ഫോമർ ഉണ്ട്, 2 ട്രാൻസ്ഫോമർ ഉണ്ട്, ഇടയ്ക്കൊരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, ഒരു മോട്ടോർ ലോഡ് ഉണ്ട്. ഇത്രേ വരുള്ളൂ. അപ്പം ഇൻഡക്ഷൻ മോട്ടോർ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു മോട്ടോർ അവിടെ ഉണ്ട്. ഇപ്പം ജനറേറ്ററിന്റെ റേറ്റിംഗ് 30 MVA 11 kV 1.6 ഓം. T1 എന്ന് പറയുന്നത് 15 MVA 11 kV bar 33 kV ആണ്. അപ്പം ഓർത്തോണം, ട്രാൻസ്ഫോമർ T1 എന്ന് പറയുന്നത് 11 bar 33 kV ആൻഡ് അവിടുത്തെ ഓമിലാണ് തന്നിരിക്കുന്നത്. റിയാക്ടൻസ് ഓമിൽ തന്നിട്ടുണ്ട്. T2 M ട്രാൻസ്മിഷൻ ലൈൻ. അപ്പം ഡ്രോ റിയാക്ടൻസ് ഡയഗ്രാം ഫോർ എനി ബേസ് വാല്യൂ. അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ ബേസ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ പണ്ട് നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, ഹയസ്റ്റ് വാല്യൂ ബേസ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ 100 അങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ശരിക്കും അതൊന്നും അല്ല, ഹയസ്റ്റ് എടുക്കുക എന്നുള്ളതൊന്നും അല്ല എന്റെ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ, കാൽക്കുലേഷൻ കംഫർട്ടബിൾ ആകുന്ന ഏത് വാല്യൂ നിങ്ങൾക്ക് എടുക്കാം ബേസ് ആയിട്ട്. അപ്പം ആ ഒരു ബേസിലേക്ക് എൻ്റയർ സർക്യൂട്ട് മാറുന്നു. അപ്പം ഇവിടെ ഇപ്പം കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ശരിക്കും 30 MVA തന്നെ എടുക്കുന്നതായിരിക്കും എളുപ്പം. കാരണം 15 ഒക്കെ കട്ടായി പോകും. അപ്പൊ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഒരു തീരെ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള വാല്യൂ കിട്ടരുത്. സോ 30 MVA തന്നെ എടുക്കുക. അപ്പൊ ഹയസ്റ്റ് വാല്യൂ എന്ന് പഠിച്ചു വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ കോൺസെപ്റ്റ് അതല്ല. വരച്ചു കഴിഞ്ഞോ? ചെറുതായിട്ട് നോട്ട് ചെയ്താൽ മതി, ഫുൾ വരച്ച് ടൈം കളയണ്ട. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പെർ യൂണിറ്റ് റിയാക്ടൻസ് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കുക, ഇതിലേക്ക് നോക്കുക. ഓക്കെ,
അപ്പൊ നമ്മൾ ബേസ് വാല്യൂ ഓൾറെഡി തീരുമാനിച്ചു. ഓക്കെ, ബേസ് വാല്യൂ ഓൾറെഡി തീരുമാനിച്ചു. 30 MVA 11 kV ബേസ് നമ്മൾ അങ്ങ് തീരുമാനിച്ചു. നമ്മുടെ കാൽക്കുലേഷന്റെ ഒരു എളുപ്പമൊക്കെ നോക്കിയപ്പോൾ 30 MVA ആണെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഹയസ്റ്റ് വാല്യൂ എടുത്തോളൂ. ഇഫ് ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഹയസ്റ്റ് വാല്യൂ എടുത്തോളൂ. എന്തായാലും PSC എക്സാമിൽ ഇത് മൊത്തത്തിൽ വരയ്ക്കാൻ ചോദിക്കില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് PSC എക്സാമിൽ വരില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ആ റൂളൊന്നും നോക്കണ്ട. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കൂ. ഹയസ്റ്റ് വാല്യൂ തീരുമാനിക്കുക. ഓക്കെ, 30 MB നിങ്ങളുടെ കാൽക്കുലേഷൻ എളുപ്പമാവുന്നത് ഏത് മെത്തേഡാണോ അത് എടുക്കുക. ഓക്കെ, അത് ആ റൂളൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് എക്യുപ്മെന്റ് എന്തായിരുന്നു? ഒരു ജനറേറ്റർ ആയിരുന്നു. അപ്പൊ ജനറേറ്ററിന്റെ റേറ്റിംഗ് എങ്ങനെയാണ് തന്നിരുന്നത്? 30 MVA 11 kV. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കൂ. 30 MVA 11 kV ആണ്. 1.6 ohm ആക്ച്വൽ വാല്യൂ ആണ് തന്നിരുന്നത്. അപ്പൊ അതിനെ എങ്ങനെ പെർ യൂണിറ്റ് വാല്യൂയിലേക്ക് മാറ്റും? ആക്ച്വൽ വാല്യൂ ഇൻറ്റു MVA by kV base the whole square. അപ്പം ക്വസ്റ്റ്യനിലെ ഡാറ്റ നോക്കിയോ. MVA by kV base 0.396 പെർ യൂണിറ്റ് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ ആണ് നിങ്ങളെ തെറ്റിക്കുന്നത്. അപ്പം രണ്ടാമത് പടത്തിലൊക്കെ നോക്കിയോ, ട്രാൻസ്ഫോമർ ഉണ്ട് ആണല്ലോ. അപ്പൊ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ വാല്യൂ ഇൻറ്റു MVA ബൈ ബേസ്. അപ്പൊ ആക്ച്വൽ വാല്യൂ എന്താണ്? 16 ohm ഇൻറ്റു MVA ബൈ ബേസ് 11 അല്ലേ വരേണ്ടത്? എന്തുകൊണ്ടാണ് ഞാൻ 33 എടുത്തത്? അതെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പെർ യൂണിറ്റ് വാല്യൂ ആക്ച്വൽ വാല്യൂ ഹൈ വോൾട്ടേജ് സൈഡിലുള്ള ആക്ച്വൽ വാല്യൂ തന്നേക്കുന്നത് 16 ohm എന്നുള്ളത്. അപ്പം ഹൈ വോൾട്ടേജ് തന്നെ എടുക്കണം. അതുകൊണ്ടാണ് 33. അല്ലെങ്കിൽ പിന്നെ ഞാൻ മുമ്പേ കാണിച്ച പോലെ നിങ്ങൾ ഇതിനെ ഈ 16 ohmനെ അപ്പർ സൈഡിൽ കൊണ്ടുപോകണം. നമ്പർ ഓഫ് ടേൺസ് യൂസ് ചെയ്ത് അപ്പർ സൈഡിൽ കൊണ്ടുപോയിട്ട് പിന്നെ 11 എടുക്കാം. അപ്പം 16 ohm അല്ല അവിടെ വരുന്നത്. അതിനാണ് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചത്. ആ ടൈപ്പിലുള്ള ഒരു എക്സാം ഞാൻ കാണിച്ചു തന്നത് അതുകൊണ്ടാണ്. ഡൗട്ട് വരാതിരിക്കാൻ. സാർ പ്രൈമറിയിൽ അങ്ങ് ചെയ്താൽ പോരെ എന്ന് ഡൗട്ട് വരാണ്ടിരിക്കാൻ. ഓക്കെ, സോ 0.44 പെർ യൂണിറ്റ്. അതുപോലെ തന്നെ XT2 എന്താണ്? നമ്മള് ട്രാൻസ്ഫോമറിന്റെ കേസ് അപ്പൊ നമ്മൾ ഈ ന്യൂ ഓൾഡ് കണ്ടീഷൻ എടുക്കുന്നത് ഈ ബേസ് ചേഞ്ചിനല്ലേ? അത് സെക്കൻഡ് കണ്ടീഷൻ. ന്യൂ ഓൾഡ് സെക്കൻഡ് കേസ് 2 ആണ്. ഇത് തീർന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? കേസ് 1 കഴിഞ്ഞ് ഞാൻ കേസ് 2 പറയാം. ഇത് വേറെ അത് ആദ്യത്തെ കേസ് അങ്ങനെ രണ്ട് കേസ്. അതെ, ഞാൻ പെർ യൂണിറ്റ് റിയാക്ടൻസ് ഡയഗ്രം വരയ്ക്കാൻ കേസ് 1, കേസ് 2, കേസ് 3 എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. കേസ് 1ൽ ആക്ച്വൽ വാല്യൂ തന്നിട്ട് എങ്ങനെ പെർ യൂണിറ്റ് വരയ്ക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. കേസ് 2ൽ താങ്കൾ ചോദിച്ചത് ഇപ്പൊ ഞാൻ പഠിപ്പിക്കാം. ബേസ് ചേഞ്ച് വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കും ഇങ്ങനെ നമ്മൾ ബിടെക്കിന് പഠിച്ചിട്ടുണ്ട്. ബിടെക്കിന് ഇങ്ങനെ പഠിപ്പിക്കില്ല, ഇത് ഞാനാണ് പഠിപ്പിക്കുന്നത്. ദിസ് ഇസ് മൈ മെത്തേഡ്. അതെ, ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. അതെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പക്ഷെ ഈ രീതിയിലില്ല. ഇങ്ങോട്ട് ഞാൻ കണ്ടുപിടിച്ച് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഐ എം നോട്ട് എ സയന്റിസ്റ്റ്. ഇത് ഉണ്ട്, പക്ഷെ ഞാനിത് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കാണ്. എന്നെ വേറൊരാൾ പഠിപ്പിച്ചതാണിത്. ഓക്കെ, സോ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു 10-20 years എക്സ്പീരിയൻസ് ഉള്ള ഒരു സാർ എന്നെ പഠിപ്പിച്ചതാണ്. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഫൈൻ. കം ബാക്ക് ടു ദ ക്ലാസ്. നെക്സ്റ്റ് കേസിൽ നോക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേസ് 2 കൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, അപ്പം XT2 എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫോമർ ആണ്. T2 ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ T2ന്റെ റേറ്റിംഗ് എന്താണ്? 17 ohm പെർ ഫേസ് ലോ വോൾട്ടേജ് സൈഡിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 17 × 30 / 11 സ്ക്വയർ. സോ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ദെൻ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. ചിലപ്പോൾ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം. ദാറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ മെത്തേഡ് പഠിക്കുക. ദെൻ ട്രാൻസ്മിഷൻ ലൈൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ട്രാൻസ്മിഷൻ ലൈനിൽ ഇപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് ട്രാൻസ്മിഷൻ ലൈനിന്റെ സൈഡിൽ വരുന്ന വോൾട്ടേജ് എത്രയാണ്? 11 ആണോ 33 ആണോ? അതായത് T1ന്റെ സെക്കൻഡറി, T2ന്റെ പ്രൈമറി. 33.
അതെ, അപ്പം നിങ്ങൾ ആ വാല്യൂ ആണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പം 11 kV ബേസ് എടുത്തെന്ന് വെച്ചുകൊണ്ട് അത് തന്നെ എടുത്ത് എല്ലായിടത്തും കൊടുക്കണം എന്നുള്ളതല്ല കോൺസെപ്റ്റ്. നമ്മുടെ പർട്ടിക്കുലർ മെഷീൻ അല്ലെങ്കിൽ ഇപ്പം മെഷീൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടുത്തെ വോൾട്ടേജ് നമ്മൾ എടുക്കണം. ബേസ് വാല്യൂ അല്ല എല്ലായിടവും അത് തന്നെ അല്ല എടുക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മുടെ ലോഡ് മോട്ടർ 1.2 into 30/11² സെയിം വേ നമ്മൾ അത് പ്രത്യേകിച്ച് പറയാനില്ല. MVA by ബേസ്, അവിടുത്തെ ബേസ് എന്ന് പറയുന്നത് 11 ആയിരുന്നു. സോ 11² 0.297. ഇത് കേസ് 1. അപ്പൊ ഇതിലെ എല്ലാ വാല്യൂസും ആക്ച്വൽ വാല്യൂ ആയിരുന്നു. ആക്ച്വൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ എങ്ങനെ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കുമെന്ന് ഉള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി കേസ് 2. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വരച്ചിട്ടുണ്ട്. ഇനി കേസ് 2. കേസ് 2-ല് ഇപ്പൊ നിങ്ങൾ എഴുതിയ അതേ ക്വസ്റ്റ്യന്റെ നേരെ നിങ്ങൾ എഴുതിക്കോളൂ. കേസ് 2-ല് തന്നിരിക്കുന്നത് ജനറേറ്ററിന്റെ പെർ യൂണിറ്റ് വാല്യൂ 0.2 എന്നുള്ളത് ഗിവൺ ആണ്. ട്രാൻസ്ഫോമറിന്റെ പെർ യൂണിറ്റ് വാല്യൂ 0.1 എന്നുള്ളത് ഗിവൺ ആണ്. T2ന്റെ പെർ യൂണിറ്റ് വാല്യൂ 0.1 ഗിവൺ ആണ്. മോട്ടറിന്റെ 0.2. ട്രാൻസ്മിഷൻ ലൈൻ ഒരിക്കലും നമുക്ക് പെർ യൂണിറ്റിൽ പറയാൻ പറ്റില്ല. സോ 20.5 ഓം പെർ ഫേസ് ആണ് നമുക്ക് തന്നത്. കാരണം ട്രാൻസ്മിഷൻ ലൈൻ പെർ യൂണിറ്റ് പറയാൻ പറ്റും. ട്രാൻസ്മിഷൻ ലൈൻ നമുക്ക് ചേഞ്ച് ഓഫ് ബേസ് ഇല്ല. കാരണം ഇത്ര MVA ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ. സോ അത് അവർക്ക് ഓമിൽ തന്നെ തരാൻ പറ്റുള്ളൂ. അപ്പം കേസ് 1-ൽ ഞാൻ പറഞ്ഞ ഓമിക് വാല്യൂന്റെ പകരമായിട്ടുള്ള പെർ യൂണിറ്റ് വാല്യൂ ഒന്നും അല്ല ഇത്. അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം സർക്യൂട്ടിൽ നമുക്ക് ഗിവൺ പെർ യൂണിറ്റ് വാല്യൂസ് ആണ്. മേ ബി ആ കറസ്പോണ്ടിങ് ഓം വാല്യൂന്റെ പെർ യൂണിറ്റ് വാല്യൂ തന്നെ ആവാം ഇത്. അത് ഞാൻ നോക്കിയിട്ടില്ല. ദാറ്റ് ഡസന്റ് മാറ്റർ ഹിയർ. ഒരു ക്വസ്റ്റ്യനിൽ പെർ യൂണിറ്റ് വാല്യൂവിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ മറ്റൊരു ബേസിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? കേസ് 2 ക്ലിയർ ആയോ? ഹലോ, അതെ, ചേഞ്ച് ഓഫ് ബേസ് അത്രേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം കേസ് 1-ൽ എക്സിന്റെ വാല്യൂ എല്ലാം ഓമിൽ തന്നിരുന്നു. കേസ് 2-ൽ എക്സിന്റെ വാല്യൂ എല്ലാം പെർ യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. പെർ യൂണിറ്റിൽ തന്നെങ്കിൽ മാത്രമേ ചേഞ്ച് ഓഫ് ബേസ് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഓൾ. കേസ് 1-ൽ ഓമിൽ പറഞ്ഞോ, എന്താണ്? ഓക്കെ, ഞാനത് 3 കേസായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞാണ്. അല്ല, അതിലിങ്ങനെ ആലോചിച്ചു, അതിന് ഓൾഡ് എടുത്തിട്ട് പിന്നെ ന്യൂ ഇട്ട് ചെയ്യുന്നതാണോ? അപ്പൊ പെർ യൂണിറ്റിൽ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ബേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് റിയാക്ടൻസ് ഡയഗ്രാം വരയ്ക്കുക. ജനറേറ്റർ റിയാക്ടൻസ് 1, 2, 3, 4 എത്രയൊക്കെ റിയാക്ടൻസ് കണ്ടുപിടിച്ചോ അതെല്ലാം സീരിയസ് ആയിട്ട് വരയ്ക്കുക. ഇത് ലോഡ്, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ EMF ഡിവൈഡഡ് ബൈ ഈ റിയാക്ടൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഫോൾട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ ഉപയോഗം വരും. പഠിക്കാം, അതപ്പൊ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇതിപ്പോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ഗിവൺ വാല്യൂ ഇതാണ്. അപ്പൊ 100 MVA 11 kV ബേസിൽ. അപ്പം ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്, കേസ് 2-ൽ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ടേക്ക് 100 MVA 11 kV ബേസ് അറ്റ് ദ ജനറേറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഡാറ്റാസ് ഒക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. അപ്പൊ 100 MVA 11 kV ബേസിൽ ജനറേറ്റർ ആ വാല്യൂ ഒന്ന് ബേസ് ആയിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനറേറ്ററിന്റെ വാല്യൂ എങ്ങനെ വരും? 0.2. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചതാണ്. ഓക്കെ, ഇപ്പൊ ജനറേറ്റർ ഇവിടെ ഇത് ജനറേറ്റർ ആണല്ലോ. അപ്പൊ ജനറേറ്ററിന്റെ 0.2 പെർ യൂണിറ്റ് ഉള്ള വാല്യൂവിനെ നമുക്ക് 100 MVA 11 kV മാറ്റണം. അപ്പം ശരിക്കും ജനറേറ്ററിന്റെ വാല്യൂ മാറില്ല അല്ലേ? ജനറേറ്ററിന്റെ വാല്യൂ ബേസ് മാറുമല്ലോ. 100 MVA അല്ലല്ലോ. അതെ, പെർ യൂണിറ്റ് ഇംപിഡൻസ് എന്നോ റിയാക്ടൻസ് എന്നോ എങ്ങനെ വേണമെങ്കിലും വായിച്ചോളൂ. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് ഇത്ര സംശയം? നമ്മൾ പഠിക്കുന്നത് പെർ യൂണിറ്റ് വാല്യൂ ആണ്. അപ്പൊ ഇത് ഇംപിഡൻസിന്റെയോ റെസിസ്റ്റൻസിനോ എന്തിന്റേലും ആയിക്കോട്ടെ, റിയാക്ടൻസോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിന് ശരിക്കും നമ്മൾ റിയാക്ടൻസ് എന്നാണ് പറയുന്നത്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സബ് ട്രാൻസിയന്റ് റിയാക്ടൻസ്, ട്രാൻസിയന്റ് റിയാക്ടൻസ്, സ്റ്റഡി സ്റ്റേറ്റ് റിയാക്ടൻസ്,
അത് റെസിസ്റ്റൻസിന്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. സോ അതിനിവിടെ പ്രശസ്തി ഇല്ല, അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. നമ്മളൊരു ക്വാണ്ടിറ്റിയെ എങ്ങനെ ബേസ് മാറ്റാം, അതിന്റെ പെർ യൂണിറ്റിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ജനറേറ്ററിന്റെ വാല്യൂ 30 MV ആണ് തന്നിരിക്കുന്നത്. അപ്പം 100 MVA 11 kV ബേസ് എടുത്തോളൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 30 MV ആണ്. അപ്പം ജനറേറ്ററിന്റെ ബേസ് മാറുമല്ലോ. ജനറേറ്ററിന്റെ ന്യൂ പെർ യൂണിറ്റ് വാല്യൂ എന്തായിരിക്കും? 100/30. 11/11 അങ്ങ് 0 ആയി പോകും. അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റ് എക്സ് എന്ന് എഴുതിക്കോളൂ. ഞാനത് പെട്ടെന്ന് ഇസഡ് എന്നങ്ങ് എഴുതി പോകുന്നതാണ്. ഓക്കെ, ഇപ്പം ചൈതന്യയുടെ സംശയം മാറിയില്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. ഓരോന്ന് എക്യുപ്മെന്റ്സിനും കറസ്പോണ്ടിങ് തന്നിരിക്കുന്നത് ഓൾഡ് വാല്യൂ അല്ലേ? അതെ, നമ്മൾ ന്യൂ വാല്യൂ. അപ്പം അതെല്ലാം കണ്ടുപിടിക്കാമല്ലോ. ജസ്റ്റ് ഇപ്പൊ ഇതിപ്പം ജനറേറ്ററിന് ഞാൻ എഴുതിയിട്ടുണ്ട്. 0.2 × 100/30 ഇൻറ്റു ഓക്കെ ഇത് കേസ് 3 ആണ്. ഞാൻ ശരിക്കും കേസ് 3 ഇവിടെ തന്നെ എഴുതി വെച്ചേക്കാണ്, അതാണ് കൺഫ്യൂഷൻ. ഓക്കെ, കേസ് 2 മനസ്സിലായല്ലോ. പെർ യൂണിറ്റ് ബേസ് വാല്യൂ മാറ്റുക എന്നുള്ളതാണ് കേസ് 3. കേസ് 2 ഇപ്പൊ ട്രാൻസ്ഫോമർ വന്നാല് എല്ലാം അതുപോലെ തന്നെ. ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസ് വരുമ്പോൾ മാത്രം നമ്മുടെ പഴയ ഫോർമുല തന്നെ, അതിന്റെ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. കാരണം അതിന് MVA മാറുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ട്രാൻസ്മിഷൻ ലൈൻ ഇത്ര MVA ട്രാൻസ്മിഷൻ ലൈൻ ആണെന്നൊന്നും പറയില്ല. 11 kV തന്നെയാണ്, അതവിടെ ചേഞ്ച് ഒന്നുമില്ല. 20.5 × 100/30 നമ്മൾ കേസ് 1 എടുത്ത പോലെ തന്നെ എക്സ് പെർ യൂണിറ്റ് അവിടെ ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ അത് തന്നെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കേസിലും ചേഞ്ച് ഓഫ് ബേസ് ഫോർമുല യൂസ് ചെയ്യാം. മനസ്സിലായോ? അതോ ഞാൻ ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതണോ? Okay, then I will take another slide. Okay. അതെ, അപ്പൊ നമ്മൾ ജനറേറ്റർ എടുത്തപ്പോൾ ജനറേറ്ററിന്റെ പെർ യൂണിറ്റ് ആക്ച്വൽ ഗീവൺ എത്രയായിരുന്നു? 0.2. പെർ യൂണിറ്റ് വാല്യൂ 0.2 തന്നിട്ടുണ്ടായിരുന്നു. ഇൻറ്റു നമ്മൾ എടുത്ത ബേസ് 100 ഡിവൈഡഡ് ബൈ ജനറേറ്ററിന്റെ ഓൾഡ് ബേസ് എന്ന് പറയുന്നത് 30 ഇൻറ്റു വോൾട്ടേജ് നോക്കിയപ്പോൾ 11 തന്നെ. നമ്മൾ എടുത്തത് 100 MVA 11 kV. സോ 11/11 ഹോൾ സ്ക്വയർ. സോ അതിന്റെ വാല്യൂ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ദെൻ ഒന്നാമത്തെ ട്രാൻസ്ഫോമർ XT1 ന്യൂ, ഇതെല്ലാം ന്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് ഓൾഡ്, നമ്മുടെ ഫോർമുല. XT1 ന്യൂ എന്താണ് തന്നിരിക്കുന്നത്? ഓൾഡ് എത്ര തന്നിരിക്കുന്നത്? 0.1 അല്ലേ? സോ 0.1 ഇൻറ്റു നമ്മൾ എടുത്തത് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫോമറിന്റെ MV എത്രയാണ്? 15 ഇൻറ്റു വോൾട്ടേജ് 11 തന്നെ, 11/11 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് സെക്കൻഡറി സൈഡിലോട്ട് പോവുകയാണെങ്കിൽ 33/33 ഹോൾ സ്ക്വയർ. ദാറ്റ് ഡസന്റ് മാറ്റർ. അത് നമുക്ക് എങ്ങനെ വേണേൽ ചെയ്യാം, കാരണം ഇത് പെർ യൂണിറ്റ് വാല്യൂ. അപ്പൊ ഈ 0.1 എന്ന് പറയുന്നത് പ്രൈമറിയിലും സെക്കൻഡറിയിലും 0.1 തന്നെയാണ് ട്രാൻസ്ഫോമറിന്. അതാണ് കോൺസെപ്റ്റ്. അപ്പം XT1. അപ്പൊ ഇത് ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജോ? KV ബേസ് ന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എടുത്തത് അത് 11 kV. അത് സംശയമില്ലല്ലോ. KV ബേസ് ഓൾഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന് പ്രൈമറി സൈഡും ഉണ്ട്, സെക്കൻഡറി സൈഡും ഉണ്ടല്ലോ. ഒന്ന് 11, ഒന്ന് 33. അപ്പൊ ഇതിൽ ഏതെടുക്കണമെന്നാണ് സംശയം. ട്രാൻസ്ഫോമറിന്റെ പെർ യൂണിറ്റ് വാല്യൂ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒന്ന് തന്നെയാണോ? സെയിം ആണ്. അപ്പം നമ്മൾ സെക്കൻഡറിയിൽ 33 kV പെർ യൂണിറ്റ് വാല്യൂ എടുക്കുമ്പോൾ 33 kV ആണ് എടുക്കുന്നതെങ്കിൽ ആക്ച്വൽ വാല്യൂ 33 തന്നെ എടുക്കണം. നമ്മൾ കേസ് 1 പഠിച്ചതാ. അപ്പോൾ ഒന്നെങ്കിൽ ഇറ്റ് വിൽ ബി 33/33 അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി 11/11. മനസ്സിലായോ?
ഓക്കെ, അപ്പൊ ഇത് തന്നെയായിരിക്കും XT2 എന്ന് പറയുന്നത്. കാരണം ആ ട്രാൻസ്ഫോമർ T1 T2ന്റെ റേറ്റിംഗ് എല്ലാം ഒന്ന് തന്നെയാ. നോക്കിക്കേ, 11/33 33/11 ആവുന്നത് കൊണ്ട് വ്യത്യാസമൊന്നും വരുന്നില്ല പെർ യൂണിറ്റിൽ. അപ്പൊ അത് തന്നെയല്ലേ XT2. കൺഫ്യൂഷൻ ആയോ? XT2 എന്ന് പറയുന്നതും 0.1 × 100/15 × 33/33 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ 11/11 ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിലും എഴുതാം ഇവിടെ. ബിക്കോസ് പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പെർ യൂണിറ്റ് വാല്യൂ എഴുതുമ്പോൾ പ്രൈമറി സൈഡും പിടിക്കാം സെക്കൻഡറി സൈഡും പിടിക്കാം. തെറ്റല്ല, കാരണം പെർ യൂണിറ്റ് വാല്യൂ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒന്ന് തന്നെയാണ്. പക്ഷെ ആക്ച്വൽ വാല്യൂ നമ്മൾ എഴുതുമ്പോൾ അവർ പറയുന്ന ബേസിൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ തെറ്റും. കാരണം ആക്ച്വൽ വാല്യൂ പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം അല്ല. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? സാർ അതായത് ഇപ്പൊ നമ്മള് ആക്ച്വൽ വാല്യൂ എന്ന് പറയുമ്പോ ഈ KV ബേസ് ഓൾഡ് അല്ലേ? അതെ. അപ്പൊ അത് നമ്മൾ ഇപ്പൊ ഇവിടെ എഴുതിയെന്ന് പറഞ്ഞാൽ KV ബേസ് ഓൾഡ് നമ്മൾ സെലക്ട് ചെയ്തതല്ലേ എഴുതിയത്, അല്ലാതെ T1 ലോ സൈഡ് എഴുതിയതല്ലോ. അല്ല. ഓക്കെ, അത് ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് കൺഫ്യൂഷൻ, അത് കോൺസെപ്റ്റ് അങ്ങോട്ട് ക്ലിയർ ആവാത്തതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ലെന്നോ? എന്താണ് കേസ് 1 റെസിസ്റ്റൻസിന്റെ 16 ഓം പെർ ഫേസ് ഓൺ ഹൈ വോൾട്ടേജ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 33 എടുത്തത്. അതാണ് ഇവിടെ ഡൗട്ട് വന്നത്. ഇവിടെ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇവിടെ പെർ യൂണിറ്റ് വാല്യൂ ആ. അപ്പൊ ഹൈ വോൾട്ടേജ് സൈഡ് ആയാലും ലോ വോൾട്ടേജ് സൈഡ് ആയാലും പെർ യൂണിറ്റ് വാല്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, സോ XM is equal to 0.2 into എത്രയാണ് 0.2 into 100/25 into 11/11. എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോളൂ. ദെൻ ട്രാൻസ്മിഷൻ ലൈൻ എടുക്കുമ്പോൾ പിന്നെ അവിടെ ഈ ചേഞ്ച് ഓഫ് ബേസ് കോൺസെപ്റ്റ് അവിടെ ഇല്ല. കാരണം ട്രാൻസ്മിഷൻ ലൈൻ ഒരിക്കലും നമ്മൾ MVA ഒന്നും പറയില്ലല്ലോ. അപ്പം അത് പഴയ പോലെ തന്നെ അവിടുത്തെ കറസ്പോണ്ടിങ് ബേസ് എത്രയാണോ അത് എടുക്കുക. ഓക്കെ അല്ലേ? സാർ 33 അല്ലല്ലോ 11 അല്ലേ? 11 സ്ക്വയർ അല്ലേ വേണ്ട ട്രാൻസ്മിഷൻ ലൈനിൽ? നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന 100 MVA 11 kV ബേസ് അല്ലേ എടുത്തേക്കുന്നത്? അതെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 100 MVA 11 kV ബേസ് ആണ് എടുക്കുന്നതെങ്കിലും നമ്മൾ ട്രാൻസ്ഫോമറിന് കേസ് 1 കേസ് 2 കേസ് 3 എല്ലാം സെയിമാ. ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ ആ ട്രാൻസ്മിഷൻ ലൈൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടുത്തെ ബേസ് നമ്മൾ എടുക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മളിപ്പോ 100 MVA 11 kV ആണ് എടുത്തതെങ്കിലും ആ പർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ റിയാക്ടൻസ് എവിടെയാണോ വരുന്നത് അതാണ് നമ്മൾ ജനറേറ്ററിന്റെ 11/11 എടുത്തത്. കാരണം ജനറേറ്റർ ഇരിക്കുന്നത് 11 kV ബേസിൽ തന്നെയാണ്. പക്ഷെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വന്നപ്പോൾ നമ്മൾ 33 എടുത്തില്ലേ? HV സൈഡിലെ റിയാക്ടൻസ് മാറ്റിയപ്പോൾ നമ്മൾ 33 എടുത്തില്ലേ? അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ലൈൻ ഇരിക്കുന്നത് 33 kV ബേസിലാണ്. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയും T1ന്റെ സെക്കൻഡറിയും T2ന്റെ പ്രൈമറിയും അത് 33 kV ആ. നമ്മൾ കേസ് 1 ഇങ്ങനെ തന്നെ ചെയ്തേ. എന്തോ നമ്മൾ 100 MVA 11 kV ബേസിലേക്ക് മാറ്റിയല്ലേ ചെയ്യുന്നത്? അതെ അതെ. അപ്പം 100/11 സ്ക്വയർ അല്ലേ കൊടുക്കേണ്ടിയിരുന്നത് ട്രാൻസ്മിഷൻ ലൈനിന്റെ ആകുമ്പോ? ചേഞ്ച് ചെയ്യല്ലേ? അങ്ങനെയല്ല, നമുക്ക് MVA വാല്യൂ മാറ്റാം. അപ്പം ഒരു 20, ഞാനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഒരു 11 kV സപ്ലൈ ഉള്ള ഒരു ലൈനിൽ നമുക്ക് 33 kV എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 33 kV, അതെ 33 kV ഉള്ള ഒരു സാധനത്തിനെ നമുക്ക് ഒരിക്കലും 11 kVയിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. 11 kV ആയിട്ട് ചുരുക്കാൻ പറ്റില്ല ഫ്രാക്ഷണലി. പക്ഷെ MVA നമുക്ക് ചെയ്യാം. നമ്മൾ KV എടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള KV എന്താണോ അതാണ് എടുക്കേണ്ടത്. ഓക്കെ, നമ്മളെ ജനറേറ്ററും ട്രാൻസ്ഫോമറും എല്ലാം അങ്ങനെ എടുത്തേക്കുന്നത്, അല്ലാതെ ബേസ് കൊണ്ടുവന്ന് വെറുതെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കും അല്ല. അത് ചില ഏരിയയിൽ ബേസ് എടുത്തത് 11 ആണ്. ആ 11 അവിടെ വന്നത് കൊണ്ടാണ് നമുക്ക് 11 വന്നത്. ബാക്കി എല്ലായിടത്തും നമ്മൾ KV ബേസ് ആ എക്യുപ്മെന്റ് ഇരിക്കുന്നത് എവിടെയാണോ അത് നോക്കി എടുത്തേക്കുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ.
ജനറേറ്റർ ഇരിക്കുന്നത് 11 kV-യിലാണ്. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അത് 33-ലായിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി എന്ന് പറയുന്നത് 33. അപ്പൊ നമുക്ക് കേസ് 1-ല് രണ്ടാമത്തെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി റിയാക്ടൻസ് ആ തന്നിരുന്നതെങ്കിൽ കേസ് 1-ലും നമ്മൾ 33 എടുത്തേനെ. പക്ഷേ രണ്ടാമത്തെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ആണ് തോന്നുന്നേക്കുന്നത് അല്ലേ? തന്നിരിക്കുന്നത് എന്താണോ അതാണ് എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി. ഇനി കേസ് 3 എന്ന് പറയുന്നത്, കേസ് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേസ് 3യും കൂടെ പറയുമ്പോൾ ഇനി നിങ്ങളുടെ ഡൗട്ട്സ് കൂടുമോന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കാം. കുളമായി ഇവിടെ കാണിക്കാം. അപ്പൊ കേസ് 3-ൽ അവർ പറയുന്നത് ക്വസ്റ്റ്യൻ എല്ലാം ഇത് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ അവർക്ക് വേണ്ടത് 100 MVA. MVA എന്ന് പറയുന്നത് 100 തന്നെ, MVA എന്ന് പറയുന്നത് 100 തന്നെ. പക്ഷെ ബേസ് അവർക്ക് 10 kV മതി, 11 kV വേണ്ട. എന്ത് ചെയ്യും? $100 MVA 10 kV നമുക്ക് 11 kV അല്ല 10 kV ആണ് ചെയ്യേണ്ടത്. സോ ഹൗ വിൽ യു ഡു ഇറ്റ്? അത് KV ബേസ് ഓൾഡിന്റെ സ്ഥലത്ത് അല്ല ന്യൂന്റെ സ്ഥലത്ത് 10 ഇട്ട് കൊടുത്ത് ചെയ്താൽ മതിയല്ലോ. ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ വരുത്തേണ്ട വേറെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതായത് അതൊക്കെ ചെയ്ത് ശരിയാവും. പക്ഷെ ആ ഒരു കേസിൽ ട്രാൻസ്മിഷൻ ലൈൻ്റെ അവിടെ എത്തുമ്പോൾ തെറ്റും. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇപ്പൊ തസ്നി പറഞ്ഞത് 11/10² എടുത്താൽ പോരെ സാർ എന്നല്ലേ ചോദിച്ചേ? ജനറേറ്റർ ആണെങ്കിൽ 0.2 × 100/30 × 11/10² എടുത്താൽ പോരെ എന്നാ ചോദിച്ചേ? അതെ. ട്രാൻസ്ഫോമർ എടുക്കുമ്പോഴും 11/10² എടുക്കും. രണ്ടാമത്തെ ട്രാൻസ്ഫോമർ എടുക്കുമ്പോഴും അത് തന്നെ. അതുപോലെ തന്നെ മോട്ടർ എടുക്കുമ്പോഴും 11/10² എടുക്കും. പക്ഷേ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഉത്തരവാണ് എനിക്ക് കേൾക്കേണ്ടത്. ട്രാൻസ്മിഷൻ ലൈൻ എങ്ങനെ എടുക്കും? അവിടെ ബേസ് വാല്യൂ എന്ത് എടുക്കും? അല്ലെ, ട്രാൻസ്മിഷൻ ലൈനിന്റെ വാല്യൂ ഈസ് ഗിവൺ ഇൻ ഓം ഓൺലി. അപ്പൊ അതിന്റെ പെർ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ ആണ് എനിക്ക് അറിയേണ്ടത്. പറഞ്ഞോളൂ. ഈ ട്രാൻസ്മിഷൻ ലൈൻ എനിക്ക് ഓർമ്മയില്ല. കറക്റ്റ് ട്രാൻസ്മിഷൻ ലൈനിന്റെ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചതല്ലേ ട്രാൻസ്മിഷൻ ലൈനിന്റെ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ. 20.5 × MVA/ ഇവിടെ വോൾട്ടേജ് എത്ര എഴുതും എന്നാണ് എനിക്ക് അറിയേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റാൻ പോകുന്നത്. 33 തന്നെ എഴുതാൻ പറ്റില്ല. കാരണം 11 kV ബേസിനെ നമ്മൾ ഇതിനെ നമ്മൾ 10-ലേക്ക് മാറ്റിയപ്പോൾ ഇവിടെ 30 ആവും. പ്രൊപ്പോർഷണലി ദിസ് വിൽ ബിക്കം 30. 11-ന് കറസ്പോണ്ടിങ് 33 ആണെങ്കിൽ 10-ന് കറസ്പോണ്ടിങ് 30 ആണ്. സോ ദിസ് വിൽ ബി 30². അതാണ് കേസ് 3. മനസ്സിലായോ? ഓക്കെ. അനന്തകൃഷ്ണന് മനസ്സിലായോ? ഏതാണ് കേസ് 1, 2, 3 മൂന്നും ക്ലിയർ ആയില്ലേ? അതോ കേസ് 3 മാത്രം? 2 എന്താണ് ക്ലിയർ ആവാനുള്ളത്? 2-ല് പറയുന്നതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ബേസ്, അത്രേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ അഞ്ജലി ചോദിച്ച പോലെ എന്തുകൊണ്ട് ഞാൻ 11² ഡിനോമിനേറ്ററിൽ എടുത്തില്ല എന്നുള്ളതാണോ ഡൗട്ട്? അതാണോ? ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ടേ ചോദിച്ചാൽ മതി. ഓക്കെ. കാരണം കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് ഈ ഒരു ടോപ്പിക്ക് വരയ്ക്കുമ്പോൾ വരുന്നൊരു ഡൗട്ടാണ്. ആ ബേസിക് അങ്ങോട്ട് ക്ലിയർ ആവാത്തോണ്ടാ ഒരു 33 എടുക്കണോ 11 എടുക്കണോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ. ഇപ്പൊ ഞാൻ ഈ കേസ് 1, 2, 3 ഓക്കെ അനന്തകൃഷ്ണൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ഈ കേസ് 1, 2, 3 മൂന്നും കറക്റ്റ് ആയിട്ട് ഒന്ന് ക്ലിയർ ആയ ആരെങ്കിലും ഉണ്ടോ? എന്താണ് ഞാൻ 1, 2, 3-ൽ പറഞ്ഞതെന്ന്? കേസ് 3 എന്താണ്? കേസ് 3-ല് അവർ നമ്മളോട് ആവശ്യപ്പെട്ടത് 100 MVA 10 kV ബേസിലുള്ള പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പം 10 kVA എന്ന് മാറ്റുമ്പം 11 kVA ആണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 33 kV ആക്കിയത്.
അപ്പൊ ഇവിടെ 10 kV ആക്കുമ്പോൾ കറസ്പോണ്ടിംഗ്ലി ഇവിടെ 30 kV ആവണം എന്നുള്ളത് ലോജിക്കാണ്, ഒരു സിമ്പിൾ ലോജിക്. അതെ അതെ, ഇത് തസ്നീം എന്താണ് ഡൗട്ട്? അപ്പൊ ട്രാൻസ്ഫോമറിന്റെ നമ്മൾ അതനുസരിച്ച് മാറ്റിയാണോ വാല്യൂസ് എടുക്കുന്നത്? ട്രാൻസ്ഫോമറിന്റെ എന്തിനാണ് മാറ്റുന്നത്? ട്രാൻസ്ഫോമർ നമ്മൾ അതെ ട്രാൻസ്ഫോമറിന്റെ എങ്ങനെ മാറ്റിയെടുക്കുന്നത്? 11/10 അതൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയേ. 0.1 into 100/15 into 11/10 the whole square. നേരത്തെ നമ്മൾ എടുത്തോണ്ടിരുന്ന 11/11. വേറെ എന്താ ഇവിടെ മാറ്റണ്ടേ? അല്ല സാർ, ട്രാൻസ്മിഷൻ ലൈനിന്റെ വോൾട്ടേജ് മാറ്റുമ്പോൾ കറസ്പോണ്ടിങ് നമ്മൾ ട്രാൻസ്ഫോമർ എടുക്കുമ്പോൾ അത് മാറ്റണമെന്നൊക്കെ. അത് മാറ്റിയല്ലോ, 10 അല്ലേ എടുത്തത്. ഈ 11 മാറ്റണമെന്നാണോ ഡൗട്ട്? ആ 11 മാറ്റുന്നത് എന്തിനാ? അതല്ലേ ഓൾഡ് വാല്യൂ നിങ്ങൾ മാറ്റുമോ? അതല്ല സാർ ഞാൻ ചോദിച്ചത്, അപ്പൊ അവിടെ ഈ 30 ആവുമെന്ന് പറഞ്ഞില്ലേ, ട്രാൻസ്മിഷൻ ലൈനിന്റെ രണ്ടും 30 ആവത്തില്ലേ കറസ്പോണ്ടിങ് നമ്മൾ മാറ്റി വരുമ്പോൾ? കറസ്പോണ്ടിങ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി 30 ആവത്തില്ലേ? ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി 30 ആവും, പക്ഷെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വെച്ച് നമുക്ക് ചെയ്യാമല്ലോ. യൂണിറ്റ് വാല്യൂ പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം അല്ലേ? ഓക്കെ. കേസ് 2ന്റെ ഇതിലെ ട്രാൻസ്ഫോമറിന്റെ നമ്മൾ ആ 33/33 എടുത്ത് കൺഫ്യൂഷൻ ആവുകയും നമുക്ക് 11/11 നാം എടുത്താൽ പോരെ സർ? പ്രൈമറി തന്നെ കൺസിഡർ ചെയ്തു എന്നുള്ളത്. മതി. ഞാൻ എന്റെ നോട്ടിൽ 11/11 തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 33/33 എഴുതിയതാണ്. 33 എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ, അത് എങ്ങനെയാണ് ഇപ്പൊ സാർ? ഇത് കേസ് 3 പറഞ്ഞപ്പോ മനസ്സിലായി അത് എങ്ങനെയാണ്. കാരണം പെർ യൂണിറ്റ് വാല്യൂ ഉള്ള തരുന്നതെങ്കിൽ നമുക്ക് പ്രൈമറി സൈഡ് സെക്കൻഡറി സൈഡും എടുക്കാം. ഈ സൈഡ് വേണ്ട, കാരണം പെർ യൂണിറ്റ് വാല്യൂ പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം ആണ്. പക്ഷെ നമ്മുടെ അടുത്ത് 11 kV ഫിക്സ് ചെയ്യാൻ പറയുന്നോണ്ടാണ് പിന്നെ 33 എടുക്കുമ്പോൾ ഒരു ഡൗട്ട് വരും. അപ്പൊ നമ്മുടെ അടുത്ത് 11 kV ഫിക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മള് ട്രാൻസ്ഫോമർ എടുത്തപ്പം ട്രാൻസ്മിഷൻ ലൈൻ എടുത്തപ്പോ 33 ആണല്ലോ എടുത്തത്. അവിടെ അത് ക്ലിയർ ആയെങ്കിൽ ഇതും ക്ലിയർ ആവണ്ടേ? അല്ല, ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് മറ്റേതിന്റെ സെക്കൻഡറി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതല്ലേ? അതെ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി റിലേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 33 വരും, പ്രൈമറി റിലേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 11 വരും. അങ്ങനെ എന്തുകൊണ്ടാണ് എഴുതുന്നത്? രണ്ട് സൈഡിലും പെർ യൂണിറ്റ് വാല്യൂ സെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ കേസ് 1, 2, 3 എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉപയോഗം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, എവിടെയാണ് ക്വസ്റ്റ്യൻസ്? അപ്പൊ ഇത് 3 കേസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് പെർ യൂണിറ്റ് സിസ്റ്റം മനസ്സിലാവാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത് IES 1997 IESന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് the per unit impedance of a synchronous machine എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ പല ഡൗട്ടുകളും ചിലപ്പോൾ ഇപ്പൊ ക്ലിയർ ആയേക്കാം. അപ്പം the per unit impedance of a synchronous machine എന്ന് പറയുന്നത് 0.242 ആണ്. If the base voltage value is increased, അപ്പൊ ബേസ് വോൾട്ടേജ് 1.1 ടൈം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പെർ യൂണിറ്റ് വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. MVA പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ന്യൂ ഓൾഡും ഒക്കെ സെയിം ആയിട്ട് അങ്ങ് എടുത്തോ. പറയാത്ത സ്ഥിതിക്ക് നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അപ്പൊ നമുക്കറിയാം ചേഞ്ച് ഓഫ് ബേസ് അല്ലെങ്കിൽ MVA ബേസ് അല്ലെങ്കിൽ കിലോ വോൾട്ട് ബേസ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ ഇപ്പം വോൾട്ടേജ് ബേസ് മാത്രമേ മാറുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യും? ഓൾഡ് 1 ഇൻറ്റു MVA രണ്ടിടത്ത് ഒന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും ഒന്നെങ്കിൽ നമുക്ക് 1 പെർ യൂണിറ്റ് എടുക്കാം, അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഇതെന്തായാലും ക്യാൻസൽ ആയി പോകുന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രം ഓർത്താൽ മതി. ഇൻറ്റു KV ഓൾഡ് ഡിവൈഡ് ബൈ KV ന്യൂ. KV ന്യൂ എന്താണ്? 1.1 ടൈം ഓഫ് KV ഓൾഡ്. സോ ദിസ് വിൽ ബി, അപ്പം KV കട്ടായി പോകും, 1/1.1 ദ ഹോൾ സ്ക്വയർ. അപ്പം 0.200. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതോ ഞാൻ ഇനി എല്ലാ സ്റ്റെപ്പും എഴുതണോ? അതോ നിങ്ങൾക്ക് ക്ലിയർ ആയോ?
ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? അനിഷ, അനന്തു, ശരണ്യ, പത്മനാഭൻ, ഷിമ, എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതും മുൻ വർഷം IAS അവിടെ ചോദിച്ചതാണ്, ഞാൻ ഇയർ എഴുതിയിട്ടില്ല. ഫോർ എ ഗിവൺ ബേസ് വോൾട്ടേജ് ഇൻ ബേസ് വോൾട്ട് ആംപിയർ. അപ്പം നമുക്കൊരു ബേസ് വോൾട്ടേജും ബേസ് വോൾട്ട് ആംപിയറും തന്നിട്ടുണ്ട്, പെർ യൂണിറ്റ് ഇംപിഡൻസ് X ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ഡബിൾ ചെയ്യുമ്പോഴും വോൾട്ട് ആംപിയർ ഡബിൾ ചെയ്താൽ പുതിയ പെർ യൂണിറ്റ് X പെർ യൂണിറ്റ് ന്യൂ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഒന്ന് ചെയ്ത് നോക്കിയേ, ഈ സെയിം ഫോർമുല തന്നെ. ഞാൻ മുൻപൊരു ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചപ്പോൾ അവർ ഞാൻ ചോദ്യം പറയുന്ന ആൻസർ തീർക്കുന്നതിന് മുമ്പ് അവർ ഉത്തരം പറഞ്ഞു. ശരിക്കും അവർക്കത് റിവിഷൻ ക്ലാസ് ആയിരുന്നു, സോ മേ ബി അവർ ഓൾറെഡി പഠിച്ചിട്ടുള്ളതുകൊണ്ടാവണം. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളിത് പറയൂ. ആ കിട്ടിയോ? ഇല്ല സർ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. പെർ യൂണിറ്റ് ഇംപെഡൻസ് ഈക്വൽ ടു X വാല്യൂ, പിന്നെ വോൾട്ടേജ് ഡബിൾ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജും ഡബിൾ ചെയ്തു, വോൾട്ട് ആംപിയറും ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ പെർ യൂണിറ്റ് എത്രയാണെന്ന് ചോദ്യം. അതെ, X/2, 0.5 X/2. ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ ഞാനൊരു കുറച്ച് സ്പീഡിലാണ് ഞാനങ്ങ് പോവാ, കാരണം പവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് വാസ്റ്റ്. അപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോലും ഒരു 40 hours എങ്കിലും എടുക്കും പവർ സിസ്റ്റം മൊത്തം കംപ്ലീറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി. സോ അത് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം, പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ, എങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഫോൾട്ട് ആണ് പറയാൻ പോകുന്നത്. ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ഈ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻ തരാം, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് സംശയം ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വെക്കണ്ട, അപ്പം ഒരുപാട് സമയം പോകും. അപ്പം എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യനോ? അപ്പം X പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു X പെർ യൂണിറ്റ് ഇൻറ്റു MVA ഡബിൾ ചെയ്തു. സോ 2 MVA divided by MVA into kilovolt by 2 kilovolt the whole square. MVA cut. മനസ്സിലായോ? ഈ 2ഉം ഈ 2 സ്ക്വയറും കട്ട് ചെയ്യും, X/2. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫോൾട്ട് ആണ്. അപ്പം ഒരു പവർ സിസ്റ്റത്തിൽ 2 തരത്തിലുള്ള ഫോൾട്ട് ഉണ്ട്. ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അറിയാമല്ലോ. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട്, 2 ലൈൻ തമ്മിൽ മുട്ടിയ ഷോർട്ട് സർക്യൂട്ട്, അത് നമുക്ക് അതൊരു ഡിഫറൻസിയേഷൻ ആണ്. ഇതല്ല എന്നുള്ളത് അതിന്റെ തന്നെ വേറൊരു നെയിമിംഗ് ആണത്. ഓക്കെ, അൺസിമെട്രിക്കൽ ഫോൾട്ടും സിമെട്രിക്കൽ ഫോൾട്ടും. അപ്പം അൺസിമെട്രിക്കൽ ഫോൾട്ട് എന്ന് പറയുന്നത് ലൈൻ ടു ഗ്രൗണ്ട്, ലൈൻ ടു ലൈൻ, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട്. അപ്പം 3 ഫേസ് ഉണ്ടാവും, ABC ഫേസ്. അപ്പം ഒരു ഫേസ് ഗ്രൗണ്ടിലേക്ക് ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അതിനെ ലൈൻ ടു ഗ്രൗണ്ട് എന്ന് പറയും. 2 ഫേസുകൾ തമ്മിലാണെങ്കിൽ ലൈൻ ടു ലൈൻ എന്ന് പറയും. 2 ഫേസുകൾ തമ്മിൽ പിന്നെ ഗ്രൗണ്ടിലേക്കാണെങ്കിൽ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് എന്ന് പറയും. ഇനി ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്നത് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആയിരിക്കും. നമുക്ക് എപ്പോഴും നമ്മൾ പറയും KCB ലൈൻ പൊട്ടിപ്പോയി. സോ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത്, 70%. പക്ഷെ അത് ലെസ് സിവിയർ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, മോർ ഫ്രീക്വന്റ് ലെസ് സിവിയർ ഏതാണ്? ലൈൻ ടു ഗ്രൗണ്ട്. ഇനി സിമെട്രിക്കൽ ഫോൾട്ട്, ട്രിപ്പിൾ ലൈൻ ഫോൾട്ട്, ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, അതാണ് സിമെട്രിക്കൽ ഫോൾട്ട്. അത് ഉണ്ടാവുന്നത് വളരെ 3 ലൈനോട്ടൊക്കെ പൊട്ടി, അത് കൂട്ടിമുട്ടി ഷോർട്ടായി അങ്ങനെയുള്ളൊക്കെ ഫോൾട്ടൊക്കെ ഉണ്ടാവുന്നത് ചുരുക്കമാണ്. പക്ഷെ അത് മോസ്റ്റ് സിവിയർ ആണ്.
എന്തുകൊണ്ടാണ് മോസ്റ്റ് സിവിയർ എന്ന് പറയുന്നത് ഒരു ഇക്വേഷന്റെ ബേസിൽ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. തൽക്കാലം മനസ്സിലാക്കുക ലെസ് ഫ്രീക്വന്റ് മാസ് സിവിയർ എന്ന് പറയുന്നത് ഇപ്പം ഈ സിമെട്രിക്കൽ ഫോൾട്ടിനെ 3 ഫേസ് ഫോൾട്ട് എന്നും വിളിക്കാറുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് 3 ഫേസ് ഫോൾട്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ അതിനാണ് ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് എന്ന് പറയാ. ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്നും വിളിക്കാറുണ്ട്. സോ അതാണ് മോസ്റ്റ് സിവിയർ ലെസ് ഫ്രീക്വന്റ്. ഓക്കെ, ഈ ഒരു ചാർട്ട് മനസ്സിലായോ? ഈ ഒരു ചാർട്ടിൽ നിന്ന് ഒരു മാർക്ക് കിട്ടാറുണ്ട് മിക്കപ്പോഴും. Is it clear? Okay. I think ബാക്കിയുള്ളത് ഞാൻ എഴുതിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. So I need to write. Okay. ഇനി നമ്മൾ 2 ടൈപ്പ് ഫോൾട്ട് ഉണ്ടെന്ന് പഠിച്ചു, സിമെട്രിക്കൽ ഫോൾട്ടും അൺസിമെട്രിക്കൽ ഫോൾട്ടും. അപ്പൊ ഇനി നമ്മൾ അതില് സിമെട്രിക്കൽ ഫോൾട്ട് ഇൻ ഡീറ്റെയിൽ പഠിക്കാൻ പോവാം. സോ 3 ഫേസ് സിമെട്രിക്കൽ ഫോൾട്ട് ഞാൻ ഇങ്ങനെ എഴുതി പഠിപ്പിക്കാനാണോ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്, അതോ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ട് പിന്നെ അതിൽ ചെറിയ ചെറിയ അഡീഷൻ ഒക്കെ എഴുതി പഠിപ്പിക്കുമ്പോഴാണോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നുക? ഓക്കെ, എല്ലാവർക്കും അങ്ങനെയാണോ? അപ്പൊ കുറെ ടൈം എടുക്കും, ഇത്രയും പോർഷൻ കവർ ആവില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം. എന്താണ് കുറെ പോർഷനൊക്കെ തീരും. അതെ, ഓക്കെ ഓക്കെ. എന്തായാലും എഴുതി പഠിപ്പിച്ചേ പറ്റുള്ളൂ, ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഓക്കെ, വോൾട്ടേജ്. അപ്പൊ സിമെട്രിക്കൽ ഫോൾട്ട് ആണെങ്കിൽ വോൾട്ടേജ്, അപ്പം ഞാനിങ്ങനെ എഴുതി പഠിപ്പിക്കുമ്പോൾ ഞാൻ മൊത്തം എഴുതുകയൊന്നുമില്ല. ഐ വിൽ ഓൺലി ലൈക്ക് ഷോർട്ട് പോയിന്റ്സ്. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം നമുക്ക് സബ്ജക്ട് ഡെലിവറി ചെയ്യാന്നുള്ളതാണല്ലോ ഉദ്ദേശം. അപ്പൊ ഞാനത് സെന്റൻസ് ബൈ സെന്റൻസ് ഓരോന്നും ഞാൻ എഴുതി പോയി കഴിഞ്ഞാൽ എങ്ങും എത്തില്ല സബ്ജക്ട്. സോ സിമെട്രിക്കൽ ഫോൾട്ട് ആണെങ്കിൽ വോൾട്ടേജും കറണ്ടും 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. വോൾട്ടേജും കറണ്ടും 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോൾട്ട്. ഫോൾട്ട് ഉണ്ടാവുന്നതിന് മുമ്പും ഫോൾട്ട് ഉണ്ടാകുന്നതിന് ശേഷവും ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും ഒരു സിമെട്രിക്കൽ ഫോൾട്ടിൽ. അതുപോലെ തന്നെ വോൾട്ടേജ് ആൻഡ് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും. വോൾട്ടേജും കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്നല്ല, 3 ഫേസിലുള്ള വോൾട്ടേജ് VA, VB, VC എല്ലാം സെയിം ആയിരിക്കും. അതായത് കറക്റ്റ് ഇങ്ങനെ ഒരു ഫേസ് നമുക്ക് കിട്ടും, VA, VB, VC. അതുപോലെ തന്നെ IA. അപ്പം വോൾട്ടേജും കറണ്ടും തമ്മിൽ റെസിസ്റ്റൻസിന്റെ ഒരു വ്യത്യാസം വരുമല്ലോ, അപ്പൊ അത് അറിയാമല്ലോ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. IC. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. ഫോൾട്ട് ഉണ്ടായാലും ഫോൾട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് ശേഷവും ഫേസ് ഡിഫറൻസും മാഗ്നിറ്റ്യൂഡും എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ അൺസിമെട്രിക്കൽ ആകുമ്പോൾ സെയിം ആയിരിക്കത്തില്ല. അപ്പോഴാണ് നമ്മൾ സീക്വൻസ് കോമ്പോണൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. അതിനെ പറ്റി നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്, നമ്മുടെ പഴയ സിസ്റ്റം തന്നെ. അപ്പൊ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വന്ന സിസ്റ്റം തന്നെയാണ്. ഇവിടെ എത്തിയപ്പോൾ അതിൽ ഫോൾട്ടായി. അപ്പൊ ഫോൾട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ഇതാണ് ഫോൾട്ട്. സോ ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടായി, ഈ ബസ്സിൽ ഒരു ഫോൾട്ട് ഉണ്ടായി. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമർ, ട്രാൻസ്മിഷൻ ലൈൻ എല്ലാം ഉണ്ട്, ജനറേറ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ അതിപ്പം ഇവിടെ ഇപ്പം ഫോൾട്ട് ഏതൊക്കെ വരാം? ഒന്നെങ്കിൽ ഇത് RYB ഫോൾട്ട് ആവാം, 3 ഫോൾട്ടും കൂടെ വന്നതാവാം, അതായത് ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് ആവാം. അല്ലെങ്കിൽ RYB ന്യൂട്രലിലേക്കുള്ള ഫോൾട്ട് ആവാം, ട്രിപ്പിൾ ലൈൻ ടു ന്യൂട്രൽ. ഓക്കെ, ഏത് ഫോൾട്ട്? ഈ 2 ഫോൾട്ടേ ആവുന്നുള്ളൂ. 3 സിമെട്രിക്കൽ ഫോൾട്ട് എന്ന് പറയുമ്പോൾ ഈ 2 ഫോൾട്ടുകളാണ്, ആണല്ലോ. അപ്പം ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഷോർട്ട് സർക്യൂട്ട് അല്ലെ? ഫോൾട്ട് ആവുക മീൻസ് ഷോർട്ട് സർക്യൂട്ട് ആവുക. നമുക്ക് അതിന്റെ ഒരു റിയാക്ടൻസ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ, നമ്മൾ റിയാക്ടൻസ് ഡയഗ്രാം നേരത്തെ പഠിച്ചതാ, അപ്പൊ അത് ഞാൻ അങ്ങനെ പെട്ടെന്ന് വരയ്ക്കുക. അപ്പം നേരത്തെ ആണെങ്കിൽ 5 റിയാക്ടൻസ് ഉണ്ടായിരുന്നു. അതെന്താ? ഇവിടെ ലോഡ് ഉണ്ടായിരുന്നു, ഇവിടെ ലോഡ് ഇല്ല, അതിന് പകരം ഫോൾട്ടാണ്. അപ്പം ഫോൾട്ട് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു, ഫോൾട്ട് കാണിച്ചു. ഇവിടെ ഒരു ഫോൾട്ടാണ് ഉണ്ടാകുന്നത്. ഈ ഫോൾട്ട് എന്ന് പറയുന്നത് ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് ആവാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആവാം. അപ്പൊ നമ്മൾ ഫോൾട്ട് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു ഫോൾട്ട് ഇംപിഡൻസ് പറയാറുണ്ട്. സോ
സോ നമ്മൾ അതിനെ ഒരു ഫോൾട്ട് ഇംപിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തു, ദാറ്റ് ഈസ് ZF. ക്ലിയർ ആണോ അവിടം വരെ? XD per unit, XT per unit, X transmission line per unit, this is XT per unit ആണല്ലോ. അപ്പൊ ഇതൊരു ക്ലോസ് സർക്യൂട്ട് ആണെങ്കിൽ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, അതായിരിക്കും ഫോൾട്ട് കറണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോൾട്ട് കറണ്ടിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാം പെർ യൂണിറ്റ് ആണ്. ഈ ആക്ച്വൽ വാല്യൂ എന്നുള്ള സംസാരം ഇവിടെ ഇല്ല, ഓൺലി പെർ യൂണിറ്റ്. എങ്ങനെ കണ്ടുപിടിക്കും? EF in per unit, EF വോൾട്ടേജ് ഉണ്ടാവില്ല, പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ X equivalent. X equivalent എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി എഴുതണം, പ്ലസ് ZF ആണല്ലോ. ആണോ അല്ലയോ? അതെ. അതെ. അപ്പം നമുക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, പെർ യൂണിറ്റ് വാല്യൂ എപ്പോഴും പെർ ഫേസ് ആയിരിക്കും. ഓക്കെ, സോ ഇൻറ്റു 3EF എന്നൊന്നും എടുക്കരുത്. ദെൻ അപ്പൊ നമുക്കറിയാം നമ്മുടെ കയ്യിൽ പെർ യൂണിറ്റ് വാല്യൂ ഉണ്ട്, IF പെർ യൂണിറ്റ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ IF ആക്ച്വൽ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? per unit into base value. പെർ യൂണിറ്റ് ഇൻറ്റു ബേസ് വാല്യൂ. ഇപ്പം തസ്നി ഇപ്പോൾ പറഞ്ഞത് വളരെ എളുപ്പമുള്ളൊരു ആൻസർ ആണെങ്കിലും ഈ ഒരു നമ്മൾ റിയലൈസ് ചെയ്യുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ബേസ് ആ സിസ്റ്റത്തിലുള്ള ബേസ് വാല്യൂ എന്താണെന്നൊക്കെ മനസ്സിലാക്കി ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരുപാട് സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, പെർ യൂണിറ്റ് ഇസിക്കൽ ആക്ച്വൽ ബൈ ബേസ്. പക്ഷെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നോക്കാം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഓക്കെ അതിനു മുമ്പ് അപ്പൊ നമുക്കറിയാം ഒരു ആക്ച്വൽ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 3 phase MVA എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു VL ഇൻറ്റു IL. പണ്ട് മുതലേ പഠിക്കുന്ന ഇക്വേഷനാണ്, അപ്പാരന്റ് പവർ. അപ്പം അതില് ഈ IL എന്ന് പറയുന്നതാണ് I ബേസ്. ആക്ച്വൽ വാല്യൂ ഓഫ് I ബേസ് എന്ന് പറയുന്നത് ആണ് ഈ IL ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ആ മെഷീനിൽ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് എങ്ങനെ എഴുതാം? IB is equal to MVA divided by √3 into VL. അങ്ങനെയാണെങ്കിൽ IF ആക്ച്വൽ ഫോൾട്ട് കറണ്ട്, നമുക്ക് ഫോൾട്ട് കറണ്ട് ഒരിക്കലും പെർ യൂണിറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. എത്ര ആംപിയർ ഫോൾട്ട് അവിടെ ഉണ്ടായെന്ന് നമുക്ക് അറിയണം. അതായത് എത്ര കിലോ ആംപിയർ, 25 കിലോ ആംപിയർ ആണോ നമുക്ക് അറിയണം. സോ IF ആക്ച്വൽ എങ്ങനെയായിരിക്കും? IF പെർ യൂണിറ്റ് into MVA divided by √3 into VL. IF actually is equal to IF per unit into MVA divided by √3 into VL. Clear ആണോ? ഓക്കെ, ഫോർമുലാസ് ഒക്കെ ഞാൻ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഫോർമുലാസ് ഒക്കെ എഴുതി പോക്കോളൂ. നിങ്ങൾ ശരിക്കും EMTയോ അങ്ങനെ എഴുതി പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ മനസ്സിലായാൽ. ഓക്കെ, EMT ഞാൻ ഇത്രയും പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും കൂടെ മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ഫൈൻ. അപ്പം നെക്സ്റ്റ് ഇനി ഇപ്പൊ നമ്മൾ 3 phase സിമെട്രിക്കൽ ഫോൾട്ടിലേക്ക് കയറി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഷോർട്ട് സർക്യൂട്ട് MVA. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷോർട്ട് സർക്യൂട്ട് MVA. നെക്സ്റ്റ് സ്ലൈഡിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, കാലിയാണ്. സോ ഷോർട്ട് സർക്യൂട്ട് MVA എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനകത്ത് ഫൈൻഡ് ദ ഷോർട്ട് സർക്യൂട്ട് MVA നമ്മൾ വേറൊരു പേര് വിളിക്കാറുണ്ട്, ഫോൾട്ട് ലെവൽ എന്ന് വിളിക്കാറുണ്ട്. ഷോർട്ട് സർക്യൂട്ട് MVA എന്ന് വിളിക്കാറുണ്ട്, ഫോൾട്ട് ലെവൽ എന്ന്. അപ്പം ഒരു സർക്യൂട്ടിൽ എന്തിനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് MVA ഉപയോഗിക്കുന്നത്? ഒരു സർക്യൂട്ടിന്റെ ഷോർട്ട് സർക്യൂട്ട് MVA, ഒരു പവർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ പവർ സിസ്റ്റം എന്ന് എന്താണ്? നമ്മളിപ്പോ വരച്ച ഡയഗ്രാം, ജനറേറ്റർ, ട്രാൻസ്ഫോമർ. അപ്പൊ ഇതിന്റെയൊക്കെ ഷോർട്ട് സർക്യൂട്ട് MVA നമ്മൾ അറിയണമെന്ന് പറയും. എന്തിനാ? എപ്പം എന്തുണ്ടാവുമ്പോൾ? ഫോൾട്ട് ഉണ്ടാകുമ്പോൾ എത്രത്തോളം കറണ്ട് ആ സർക്യൂട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യുമെന്നുള്ളതിന്റെ അളവാണ് ഷോർട്ട് സർക്യൂട്ട് MVA അല്ലെങ്കിൽ ഫോൾട്ട് ലെവൽ ആണല്ലോ. ആ അളവ് നമ്മൾ എന്തിനാ അറിയുന്നേ?
അതനുസരിച്ച് മെഷീന്റെ റേറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് മെഷീൻ അതനുസരിച്ച് അല്ല, നമ്മളിപ്പോ മെഷീന്റെ റേറ്റിംഗ് അനുസരിച്ചുള്ള ഫോൾട്ട് കറണ്ട് അല്ലേ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കണ്ടക്ടർ വയർ ചൂസ് ചെയ്യാം. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കറിന്റെ റേറ്റിംഗ് അതനുസരിച്ചാണ് ചൂസ് ചെയ്യുന്നത്. പ്രൊട്ടക്റ്റീവ് ഡിവൈസ് സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചാണ്. നിങ്ങൾ സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ള വാക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പം നമ്മളിപ്പോ ഈ ഒരു സർക്യൂട്ടില് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഫോൾട്ട് വരിക. ഇവിടെ ഫോൾട്ട്, ഇപ്പൊ ഈ ഒരു ഫോൾട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടെ ഒരു സർക്യൂട്ട് ബ്രേക്കർ വെച്ചാൽ മതി. അപ്പൊ ഈ സർക്യൂട്ട് ബ്രേക്കർ ഈ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ഉള്ള ഫോൾട്ട് ലെവൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു റേറ്റിംഗിനുള്ള സർക്യൂട്ട് ബ്രേക്കർ ആയിരിക്കും നമ്മൾ ഇവിടെ വെക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്രയും കറണ്ട് വരുമ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ഇങ്ങനെ ട്രിപ്പ് ആയിക്കോളും. അങ്ങനെ സർക്യൂട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇപ്പൊ പവർ സിസ്റ്റത്തിന്റെ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്താണ് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് ആ ഒരു കഥ നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ ആകുമ്പോൾ ഓർത്തെടുക്കാൻ എളുപ്പമുണ്ടാവും. ഫോമുലാസ് ഒന്ന് എഴുതി കൈ വെച്ചോളൂ. അപ്പൊ ഡൗട്ട് വരുമ്പോൾ അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ഫോമുല എന്താണെന്ന് നോക്കുക. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ സ്റ്റുഡൻസിന് ഞാൻ അങ്ങനെയാണ് പഠിപ്പിക്കാറുള്ളത്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഷോർട്ട് സർക്യൂട്ട് MVA പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് MVA കാൽക്കുലേറ്റ് ചെയ്യാനും ഇതുപോലെ ഒരു 3-4 മെത്തേഡ്സ് ഉണ്ട്. അത് നോട്ട്ബുക്കിലൊന്നും ഉണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്കിലൊന്നും ഉണ്ടാവില്ല. ഇതും എനിക്ക് വളരെ റിലയബിൾ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സോഴ്സിൽ നിന്നാണ് എനിക്ക് ഇതൊക്കെ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് അത് വിശ്വസിച്ച് പഠിക്കാം. അത് ശരിയാണെന്ന് നിങ്ങൾ ഞാൻ വിത്ത് പ്രൂഫാണ് പഠിപ്പിക്കുന്നത്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. So, okay, any doubts or any comments you have? So I'm winding up for today. ഞാനേ